ശരിക്കും ഒരു സ്ത്രീയുടെ ആത്മകഥ ഒരുപാട് സ്ത്രീകളുടെ ആത്മകഥകളായിട്ട് മാറുന്ന ഒരു അനുഭവമാണ് നമ്മുടെ കേരളത്തിന്റെ പരിസരത്തിലുള്ളത്. അപ്പം നമുക്കതുകൊണ്ട് തന്നെ നമ്മൾ അനുഭവിച്ച ജീവിതം തുറന്നു പറയാന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കിതൊരു മാനാഭിമാനങ്ങളുടെ പ്രശ്നങ്ങളാണ്. അതിൻ്റെ മെറ്റീരിയൽ തലത്തിലുള്ള മാറ്റങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. ഒരു കൾച്ചറൽ ഒരിടങ്ങളിൽ വലിയ മാറ്റമൊന്നും സ്ത്രീയെക്കുറിച്ച് വീടിൻ്റെ അകത്തും സമൂഹത്തിൻ്റെ അകത്തും ഉണ്ടാവുന്നില്ല. അത് കേരളത്തിലെ നല്ല കുടുംബം എന്നുള്ള സങ്കല്പം എന്ന് പറഞ്ഞത് തന്നെ ഭയങ്കര ഹിപ്പോക്രസി നിറഞ്ഞതാണെന്ന് മനസ്സിലാക്കണം. ഈ പ്രണയം പോലുള്ളൊരു ഇമോഷനെ പോലും സ്ഥാപനവൽക്കരിക്കുകയാണ്. നമുക്ക് വിവാഹം എന്ന് പറയുന്നത് ജാതിനെ മതത്തിനെ ഉറപ്പിച്ചെടുക്കാനാണ്. ഉടനെ ആളുകൾക്ക് ആകെ കത്താന്നാണ് അവര് ദാരിദ്ര്യത്തില്ല. എന്നാൽ പിന്നെ ഫ്രീ സെക്സ് ആണോ? കാരണം കുടുംബം ഉണ്ടായാലും സെക്സ് സാധ്യമല്ലാത്ത മനുഷ്യരാണ്. ഈ സിസ്റ്റത്തിനകത്ത് സ്വാഭാവികമായ പ്രിവിലേജ് ജെൻഡർ എന്നുള്ള രീതിയിൽ ആണുങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിന്റെ ഇരയാണ് അവരും. അതേസമയം ആൺലോകത്തിന്റെ ഒരു കാഴ്ചയിൽ എന്ന് പറഞ്ഞാൽ അവർ ഈ മനുഷ്യാവസ്ഥകളെ സംബന്ധിക്കുന്ന സ്ത്രീകളുടെ പ്രസൻസിനെ അഡ്രസ്സ് ചെയ്യുന്ന സിനിമകളൊന്നും ഇവര് ആലോചിക്കുന്ന പോലും ഇല്ല. ഇന്നും ക്രൈം ത്രില്ലർ, ഹൊറർ ത്രില്ലർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ. ഇവിടെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി പോയിട്ട് അടി കൊണ്ട പുരുഷനൊക്കെ ഇവിടെ നേതാവാണ്, അതല്ലെങ്കിൽ നവോത്ഥാന നായകരുടെ പട്ടികയിൽ ഇടം പിടിക്കുന്നവരാ. പക്ഷെ സ്ത്രീകളെന്ന് പറഞ്ഞാൽ വളരെ മോശമായ അർത്ഥത്തിൽ, അതായത് ഇങ്ങനെ തനിക്ക് കിട്ടിയ ഒരു അവകാശത്തെ നിയമപരമായി ഉപയോഗിക്കാൻ തയ്യാറായ സ്ത്രീകളെ ഇവിടുത്തെ മന്ത്രിമാർ വരെ വിളിച്ചത് അതൊക്കെ കുറച്ച് ആക്ടിവിസ്റ്റ് പെണ്ണുങ്ങളെന്ന്. എനിക്ക് എല്ലാത്തിലും ഈ കുറ്റത്തിന് ശിക്ഷ വിധിക്കുക എന്നുള്ള രീതിയിൽ ഒരു മോബ് ലിഞ്ചിങ്ങിന്റെ തലത്തിൽ എല്ലാത്തിനും കൊണ്ടെത്തിക്കുന്നില്ല. അത് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ നമ്മൾ ഇതുവരെ പറഞ്ഞ ശരീരത്തിന്റെ രാഷ്ട്രീയം, സ്വയം നിർണയ അവകാശത്തിന്റെ രാഷ്ട്രീയത്തിനൊക്കെ സെറ്റ് ബാക്ക് ഉണ്ടാക്കുന്ന കാര്യമാണ്. എംപവർ ആയിട്ടുള്ള വിമനെ കണ്ടെയ്ൻ ചെയ്യാനുള്ള സമൂഹം ഇല്ലെങ്കിൽ നമുക്ക് ആത്മഹത്യന്റെ മാർഗമുള്ളൂ. നമസ്കാരം. അഭിനേത്രിയും ആക്ടിവിസ്റ്റുമായ ജോളി ചിറയത്തിനൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുകയാണ്. ജോളി ചിറയത്തിൻ്റെ ആത്മകഥ നിന്ന് കത്തുന്ന കടലുകൾ അതിൻ്റെ 3ാം പതിപ്പിലെത്തി എന്ന സന്തോഷത്തിൽ കൂടിയാണ് ഞങ്ങളിവിടെ ഒന്നിച്ചിരിക്കുന്നത്. സ്വാഗതം ശ്രീമതി ജോളി ചിറയത്ത്. ഓക്കെ, സന്തോഷം. നമ്മളിപ്പോൾ സ്ത്രീയുടെ എഴുത്തിനെക്കുറിച്ചും സ്ത്രീയുടെ ജീവിതം എഴുത്തിനെക്കുറിച്ചും നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കുറേ കാലങ്ങളായി നമ്മളുടെ ഒരു സംവാദ പരിസരത്തിൽ നമ്മളുടെ പ്രതിരോധങ്ങളെക്കുറിച്ചും പ്രതിഷേധങ്ങളെക്കുറിച്ചും ചെറുത്തുനിൽപ്പുകളെക്കുറിച്ചൊക്കെ തുടരെ ചർച്ചകളുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു ഈ ഒരു ആത്മകഥ എഴുതാൻ തീരുമാനമെടുത്തത്. അത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇത് എഴുതാൻ തീരുമാനിക്കുന്നതിൻ്റെ പുറകിൽ ഇത് മാത്രമല്ല. കാരണം അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി വൈകി എഴുതുമായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി പ്രഷറൈസ്ഡ് ആയിരുന്നു. അതായത് കുറച്ച് ഇൻ്റർവ്യൂകൾ വരുന്നു. ആ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് പലരും ഇതുമാതിരി അപ്രോച്ച് ചെയ്യാമോ ഒരു ബുക്ക് ചെയ്യാമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗൂസ്ബെറി പബ്ലിക്കേഷൻസ് അവർ നമ്മുടെ സുഹൃത്തുക്കളും കൂടി ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് വെച്ചു. പക്ഷെ ഇപ്പോൾ അതിന് പറഞ്ഞതുപോലെ തന്നെ നമ്മളോട് ഇതുവരെയും സമൂഹവും വീടും നിങ്ങളുടെ എന്ത് കാര്യം പറയരുതെന്നാണ്. നമ്മളെ കൂടുതൽ നമ്മളുടെ പ്രശ്നങ്ങളെ ബോധവതിയാക്കുന്നതിന് അപ്പുറത്തേക്ക് അവർ ചെയ്യുന്നത് നിങ്ങളതൊന്നും ഗൗനിക്കേണ്ടതില്ല. അതെല്ലാം നമ്മളുടെ ഒരു പാക്കേജാണ്. അതായത് നമ്മുടെ വളർച്ചയുടെ ഘട്ടത്തിൽ നമ്മളെ പ്രശ്നങ്ങളെ നമ്മൾ തരണം ചെയ്യേണ്ടത് അതിനൊഴിവാക്കിക്കൊണ്ടാണെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കതുകൊണ്ട് തന്നെ നമ്മൾ അനുഭവിച്ച ജീവിതം തുറന്നു പറയാമെന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കിതൊരു മാനാഭിമാനങ്ങളുടെ പ്രശ്നങ്ങളാണ്. കുടുംബത്തെക്കുറിച്ച് പറയുക, നമ്മളെ ബന്ധങ്ങളെക്കുറിച്ച് പറയുക, സാമൂഹ്യ വീക്ഷണത്തെക്കുറിച്ച് പറയുക എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് എന്തോ മാനം പോകുന്ന പ്രശ്നമുണ്ടെന്ന് തന്നെ നമ്മളെ ഭയപ്പെടുത്തി തന്നെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് സ്ത്രീയുടെയും ജീവിതം പറയപ്പെടേണ്ടതുണ്ട്. ഏത് തരത്തിൽ ഒപ്രസ്ഡ് ആവുന്ന മനുഷ്യരുടെയും ജീവിതം പറയപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഒപ്രസ്ഡ് വിഭാഗം എന്നുള്ള രീതിയിൽ നമ്മളുടെ ജീവിതം നമ്മൾ തന്നെ പറയണം. അപ്പോൾ അതാണ് ഞാൻ എന്നാൽ ശരി ഇങ്ങനെ ഒരു നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ വന്നപ്പോൾ പെട്ടെന്നായാവാം എന്ന് തീരുമാനിച്ചു. ശരിക്കും ഒരു സ്ത്രീയുടെ ആത്മകഥ ഒരുപാട് സ്ത്രീകളുടെ ആത്മകഥകളായിട്ട് മാറുന്ന ഒരു അനുഭവമാണ് നമ്മുടെ കേരളത്തിന്റെ പരിസരത്തിലുള്ളത്. ഇപ്പൊ ജോളി ചേച്ചി സൂചിപ്പിച്ചു കഴിഞ്ഞു, നമ്മൾ എന്ത് പറയണം, അതെങ്ങനെ പറയണം, എത്ര പറയണം എന്നുള്ളതിനൊക്കെ കൃത്യം ഡിസൈനുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ എത്രത്തോളം സത്യസന്ധമായിട്ട് ഇത് എഴുതാൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ആത്മകഥ വായിക്കുമ്പോൾ
ജനനം മുതൽ ഈ നിമിഷം വരെയുള്ള കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് ഏറ്റവും ജൈവികമായി നൈസർഗികമായി യാതൊരു വെച്ചുകെട്ടലും ഇല്ലാതെയാണ് ജോളി ചേച്ചി ഈ ആത്മകഥയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇതിങ്ങനെ റീവൈൻഡ് ചെയ്ത് അത് എഴുതാനുണ്ടായ ഒരു പ്രക്രിയയിൽ എങ്ങനെയായിരുന്നു ഈ ഒരു ഫ്ലാഷ് ബാക്ക്? അത് വെച്ചാൽ നമ്മൾ ഒരു ജീവിതം അനുഭവിച്ചു പോകുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥയല്ല നമ്മൾ അതിനെ മറികടന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പല വിധത്തിൽ അതിനകത്ത് സെറ്റിൽ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, പല വിധത്തിൽ നമ്മൾ ചുരുങ്ങിപ്പോയിട്ടുണ്ടാവും, പല വിധത്തിൽ വികസിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു കൾമിനേഷനാണ് പിന്നെ ആ പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നെ രൂപപ്പെടുത്തിയതാണ് എൻ്റെ ജീവിതം. ഓരോരുത്തരും എന്നെ എന്നല്ല. അപ്പോൾ എൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറയുന്നതുകൊണ്ട് ഞാൻ എന്നെയെന്ന് എടുത്ത് പറയുന്നത്, നമ്മളെയൊക്കെ രൂപപ്പെടുത്തുന്നതാണ് നമ്മുടെ അനുഭവങ്ങളുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ എനിക്ക് തോന്നിയത് ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ ഈ ജൈവികമായ അനുഭവങ്ങളും നമ്മളുടേതും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ അത് എത്രത്തോളമാണ്, ഏത് തരത്തിലൊക്കെയാണ്, ഇങ്ങനെ ഒരു അന്വേഷണത്തിന് എനിക്കത് സഹായിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതുപോലെ എൻ്റെ പെണ്ണവസ്ഥയിലേക്ക്, എൻ്റെ എല്ലാ അർത്ഥത്തിലും, എൻ്റെ കൗമാരം, യൗവനം, ഇപ്പം ഈ മിഡിൽ ഏജ് വരെ വന്നു നിൽക്കുന്നതിലൊക്കെ നമുക്ക് ഈ പുനരാലോചനയ്ക്കും പുതിയ തരം അന്വേഷണങ്ങളിലേക്കൊക്കെ സഹായിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഞാൻ എൻ്റെ അനുഭവത്തെ മനസ്സിലാക്കുന്നത്. അതേസമയം എനിക്ക് തോന്നുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്നും സന്തോഷം അന്തരല്ല, വേദനയും ഉണ്ട് കേട്ടോ. കാരണം ഇന്നും സ്ത്രീകളുടെ അനുഭവത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. അതായത് നമ്മൾ ഇപ്പോൾ ഒരു നീണ്ട 40 കൊല്ലം കഴിഞ്ഞ് ഇവിടെ നോക്കുമ്പോഴും സ്ത്രീകൾക്ക് ഇന്ന് ഞാൻ ഒരു ജോലി പറയുന്ന വർത്താനം തന്നെയാണ് അവർക്ക് പറയാനുള്ളത്. അപ്പോൾ എവിടെയാണ് നമ്മൾ കുടുങ്ങി കിടക്കണമെന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ എനിക്ക് ഈ എഴുത്ത് ഒരു തിരിച്ചറിവിലേക്കും കൂടുതൽ മനുഷ്യാവസ്ഥകളെ കൂടുതൽ, അതായത് സാമൂഹ്യ ശാസ്ത്രപരമായി തന്നെ ഇതിനെ മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വത്തിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. ഇപ്പോൾ ജോളി ചേച്ചി അഭിനയ രംഗത്ത് കടന്നു വന്നതിന് ശേഷമായിരിക്കും ആളുകൾ ഇത്തരം ഡിസ്കഷൻസ് ഒക്കെ വരുന്നത്. പക്ഷെ നമ്മൾ ഈ ആത്മകഥ വായിക്കുമ്പോൾ അറിയാം, പല ഘട്ടത്തിലും എനിക്കൊരു ചേഞ്ച് ഉണ്ടാക്കേണ്ടുന്ന ആളാണ് ഞാൻ എന്ന് സ്വയം തിരിച്ചറിയുന്ന പല ഘട്ടങ്ങളും നമ്മൾ ഈ ആത്മകഥയിൽ വായിച്ചാൽ നമുക്ക് കാണാം. ഇപ്പോൾ കോളേജ് കാലഘട്ടം, സ്വയം തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ പോലും ഒരു സ്ത്രീക്ക് സ്വന്തമായ നിലയ്ക്കൊരു തീരുമാനം എടുക്കാൻ യാതൊരു സാഹചര്യം ഇല്ലാത്തൊരു കാലഘട്ടത്തിലും അത് എടുക്കേണ്ട ഒരാളാണ് താൻ എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകുന്ന പല സന്ദർഭങ്ങളുണ്ട്. സമര പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക, കൂട്ടുകെട്ടുകൾ കുറച്ചും കൂടി വിശാലമാക്കുക, അത്തരത്തിലുള്ള മതിൽക്കെട്ടുകളൊക്കെ പൊളിച്ചു കളയുക. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആ ചേഞ്ചിന് ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഒരു സ്ത്രീ അവസ്ഥയിലേക്ക് കടക്കുന്ന ആ ഒരു ഘട്ടങ്ങളൊക്കെ അതിനെ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ പലതും മറികടന്ന ശേഷമാണ് നമ്മളിപ്പോൾ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ ആ പെണ്ണവസ്ഥകൾ ഇപ്പോൾ നോക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു? നല്ലൊരു അങ്ങനെ ചെയ്തതിനെ കുറിച്ചിട്ട് എനിക്ക് അതിനകത്ത് ഭയങ്കര അഭിമാനവും സന്തോഷം തന്നെ തോന്നുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിനേക്കാളും ഭയങ്കര പരിമിതികളുള്ള ഒരിടത്തു നിന്നാണ് വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ പറയുമ്പോൾ തന്നെ ഞാൻ ഇന്നത്തെ സാഹചര്യത്തിൽ തന്നെ ജീവിക്കുന്ന അന്നത്തെ എൻ്റെ പ്രായക്കാരികളെ നോക്കുമ്പോഴും അതിൻ്റെ മെറ്റീരിയൽ തലത്തിലുള്ള മാറ്റങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. ഒരു കൾച്ചറൽ ഒരിടങ്ങളിൽ വലിയ മാറ്റമൊന്നും സ്ത്രീയെക്കുറിച്ച് വീടിൻ്റെ അകത്തും സമൂഹത്തിൻ്റെ അകത്തും ഉണ്ടാവുന്നില്ല. അതിനകത്ത് സ്ത്രീകൾ ഇപ്പോഴും ഫൈറ്റ് വെച്ചാൽ ഒരു സ്വാഭാവികമായ സാമൂഹ്യ ജീവിതം നമുക്കില്ല. സ്വാഭാവികമായ സാമൂഹ്യ ജീവിതം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നല്ല പോലെ പണിയെടുക്കേണ്ട അവസ്ഥ ഇന്നത്തെ കുട്ടികൾക്കും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആകെയുള്ളത് മേ ബി കുറച്ചും കൂടി അധികം ഗാഡ്ജറ്റ്സുകൾ ഉണ്ടാവാം, ഇൻഫ്രാസ്ട്രക്ചർ വികസിച്ചിട്ടുണ്ടാവാം, നമ്മളിടുന്ന ഡ്രസ്സിങ്ങിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടാവാം എന്നുള്ളതുള്ളൂ. പക്ഷെ അതർവൈസ് എനിക്ക് അതിനകത്ത് കാര്യമായ മാറ്റം ഒരു മനോഭാവങ്ങളിൽ ഉണ്ടായെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എൻ്റെ കുട്ടിക്കാലം എന്നൊക്കെ പറയുന്നതിൻ്റെ അത്ര പോലും ഇന്ന് കുട്ടികൾക്ക് ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ഒന്ന് ഈ സാമൂഹ്യ ജീവിതം കുറച്ചും കൂടി ഇടുക്കങ്ങളായി. അപ്പം അതുപോലെ സോഷ്യലൈസേഷൻ കുറവാണ് ഇന്നത്തെ കുട്ടികൾക്ക്. അതേസമയം അവർ വേറെ തരം റിയാലിറ്റിയിലുണ്ട്, എക്സ്പോഷർ ഭയങ്കരമാണ്. പക്ഷേ ഞാൻ പറഞ്ഞ സോഷ്യൽ റിയാലിറ്റി ആയിട്ട് മിക്സ് ചെയ്യാതെ ജീവിക്കേണ്ടി വരുന്ന കുട്ടികൾക്ക് പ്രായോഗിക തലത്തിൽ ഇതിനെ എത്രമാത്രം കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ സംശയങ്ങളുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എപ്പോഴും സാമൂഹ്യ ജീവിതം എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്ത് ജീവിക്കേണ്ടത്. ഒറ്റയ്ക്ക് ജീവിക്കുക, ഒറ്റയ്ക്ക് മനസ്സിലാക്കുന്നതിൽ മാത്രം കാര്യമില്ല, ഇത് പകർന്നു കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാം, എൻ്റെ ഒരു കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് വരെ ഇത്രയും കാലത്തിനുള്ളിൽ ഒരാൾ പോലും ഇന്ന് പുസ്തകം വായിക്കൂ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൗഹൃദം എന്തുകൊണ്ട് നമ്മുടെ സ്ത്രീകൾക്കുള്ളിൽ ഉണ്ടാവുന്നില്ല. എന്നാൽ അക്കാദമിക്കലി ഭയങ്കരമായി മുന്നോട്ട് പോകുന്നുണ്ട്.
പെണ്ണുങ്ങളൊക്കെ. പക്ഷെ ഇങ്ങനെ ഒരു കളക്റ്റീവിൻ്റെ ഒരു രീതിയിൽ നമ്മൾ ഇന്ന പുസ്തകം വായിക്കണം, ഇന്ന സിനിമ കാണണം എന്നുള്ളത് അത് നമ്മുടെ സമൂഹത്തിലേക്കുള്ള ഒരു മുന്നോട്ട് പോക്കിന് ആക്കം കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ സ്ത്രീകളുടെ ഇടയിൽ ഉണ്ടോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ അക്കാലങ്ങളിൽ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ 16-17 വയസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളിതുപോലെ ചിന്തിക്കുന്ന സൗഹൃദങ്ങൾക്കുള്ളിൽ കാരണം അതെല്ലാം കിട്ടാൻ ഭയങ്കര ഇതാണ്, നമുക്ക് അത്രയ്ക്കും എളുപ്പമല്ല, ഈസി അല്ല. ഒരു പുസ്തകം കിട്ടിയാലോ ഒരു സിനിമ കണ്ടാലോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റെഫർ ചെയ്യും, പറയും, എത്തിക്കും. അപ്പം ഈ അങ്ങനെയുള്ളൊരു പരിസരം വളർത്തിയെടുക്കുന്നതിലൊക്കെ ഇന്ന് ഭയങ്കര വിമുഖതയാണ്. ഒറ്റയ്ക്ക് സ്വന്തം നിലയ്ക്ക് ആളുകൾ മുന്നോട്ട് വളരുന്നുണ്ടാവാം, പക്ഷെ ഈ കിട്ടിയ അറിവിനെ ഷെയർ ചെയ്യുന്നതിലൊക്കെ നമുക്ക് ഒരുപാട് പരിമിതി ഉണ്ടെന്നാണ് തോന്നുന്നത്, പ്രത്യേകിച്ച് ഇന്ന് സ്ത്രീകളുടെ ഇടയിൽ. അത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു കമ്മ്യൂണൽ ലൈഫ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ കുറച്ചുകൂടി അരാഷ്ട്രീയരാവാനുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത്. പക്ഷെ അതിനെ പോലും കുട്ടികൾ മറികടക്കുന്നുണ്ട്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളോ ബദൽ സ്പേസുകളൊക്കെ അവരുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കർഷക സമരത്തിലൊക്കെ കുട്ടികളാണല്ലോ സാമൂഹിക മാധ്യമങ്ങളിലൂടെ മുന്നോട്ട് വന്നതൊക്കെ. അപ്പം അങ്ങനെ ഒരു വശം അപ്പുറത്തുണ്ടെന്ന് ഉള്ളതൊരു പോസിറ്റീവായിട്ട് തന്നെ ഞാൻ കാണാണ്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു സംശയം, ഈ കുടുംബം നമ്മളിപ്പോൾ എത്ര സംസാരിക്കുമ്പോഴും, ഇപ്പോൾ ഒരു സ്ത്രീ എഴുതുമ്പോഴും ആത്മകഥ എഴുതുമ്പോഴും അല്ലെങ്കിൽ അവളൊരു പൊതു സദസ്സിനെ അഭിസംബോധന ചെയ്യുമ്പോഴും, ഇപ്പോൾ ഈവൻ നമ്മുടെ കലകളായാലും, ഇപ്പോൾ ചേച്ചി സിനിമയിൽ തന്നെ നിൽക്കുന്ന ഒരാളാണല്ലോ, ഒരു സ്ത്രീയുടെ ജീവിതത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അടയാളപ്പെടുത്തേണ്ടി വരുമ്പോൾ കുടുംബം എന്ന് പറയുന്ന ഒരു സ്ഥലത്തല്ലാതെ നമുക്കിപ്പോൾ ഈ പുസ്തകത്തിൽ പോലും ഏറ്റവും അധികം നമ്മൾക്ക് സംസാരിക്കേണ്ടി വരുന്നതും ഇനിയും സംസാരിക്കേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ സിനിമകളുടെ പ്രമേയം എടുത്ത് നോക്കിയാലും ഒരു സ്ത്രീയുടെ കുടുംബം എന്ന് പറയുന്ന ഇടത്തുണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളിലെത്തി. നേരത്തെ അതിനെങ്ങനെ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ പറഞ്ഞിപ്പോൾ കോൺഫ്ലിക്റ്റുകളിലെത്തി. അതിനപ്പുറത്തൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോൾ നേരത്തെ ചേച്ചി പറഞ്ഞ പുസ്തകത്തെക്കുറിച്ചോ യാത്രയെക്കുറിച്ചോ സിനിമയെക്കുറിച്ചോ അല്ലാതെ അത്തരം വിഷയങ്ങളിലേക്കൊന്ന് വിപുലമാവാൻ നമുക്ക് പറ്റാത്ത ഒരു സാഹചര്യം. സ്ത്രീകൾ എന്ന് പറയുന്നവരുടെ ഇടം, സ്പേസ് എന്ന് പറയുന്നത് കുടുംബമാണ്. അതിനെ ഏറ്റവും നന്നായി പഠിച്ചാൽ ഏറ്റവും നല്ല കുടുംബത്തിലേക്ക് അവിടേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പൊ നേരത്തെ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കുടുംബം, നല്ല വിദ്യാഭ്യാസം നല്ല കുടുംബം, നല്ല കുടുംബം എന്നുള്ളൊരു ഡെഫിനിഷൻ എപ്പോഴും. അപ്പൊ ഞാൻ പറഞ്ഞാൽ അപ്പൊ കേരളത്തിലെ നല്ല കുടുംബം എന്നുള്ള സങ്കല്പം എന്ന് പറഞ്ഞത് തന്നെ ഭയങ്കര ഹിപ്പോക്രസി നിറഞ്ഞതാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ സംബന്ധിച്ചും ഈ സമ്മർദ്ദങ്ങളെ ഒന്ന് മറികടന്ന് ഇനി അങ്ങനെ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഭയങ്കര വില കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇപ്പം നമുക്കറിയുന്ന ആൺകുട്ടികളും പെൺപിള്ളേരാണെങ്കിലും അവർക്ക് ഭയങ്കര സർവൈവ് ചെയ്യാനായിട്ട് പക്ഷെ എവിടെ നിന്നും സപ്പോർട്ടിങ് സിസ്റ്റം ഇല്ല. ഒന്നെന്ന് പറയാൻ നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ ചൂണ്ടിയിട്ട് കൊടുക്കാന്ന് പറയും. ഒരാൾ ശരിയല്ല, അത് സ്കൂളിൽ നിന്നാണേലും തുടങ്ങും, വീട്ടിൽ നിന്നാണേലും ഒന്ന് കണ്ണു വെച്ചോളൂ എന്നാണ്. അപ്പൊ ഏതെങ്കിലും തരം റബല്യസ് നേച്ചറുള്ള ഒരു മനുഷ്യരെയും മെരുക്കിയെടുക്കാനാണല്ലോ ഇതൊക്കെ. അപ്പൊ ആ ഒരു മെരുക്കലിൽ പെട്ടെന്ന് പെട്ടു പോകുന്നുണ്ട്. ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ എക്സ്ട്രീമിലി അപ്പുറത്തെ സൈഡിൽ അവരെ ഇനി യൂസ്ലെസ് ആയിട്ടേ തന്നെ ഇങ്ങോട്ട് എടുക്കേണ്ടതുള്ളൂ എന്നുള്ള മട്ടിൽ അങ്ങേയറ്റം എക്സ്ട്രീം സൈഡിലോട്ട് തള്ളിവിടുന്ന ഒരു രീതികളാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ ഒരു കൗൺസിലിംഗ് സെന്റർ ഉണ്ടെങ്കിൽ പോലും എനിക്കറിയില്ല, നിങ്ങളൊക്കെയാണല്ലോ ടീച്ചേഴ്സ്, സ്കൂളിലോ കോളേജിലോ എത്തരത്തിലുള്ള കൗൺസിലിംഗ് സെന്ററാണ്. പ്രേമിക്കുന്നവരെ ഗുണദോഷിക്കാൻ, വലിക്കുന്നവരെ, അതായത് എനിക്ക് തോന്നുന്നു കോളേജിലെത്തുന്നത് 18 വയസ്സിന് മേലെയുള്ള കുട്ടികളാണ്. അതായത് പൗരരാണ് അവർ, വോട്ട് അവകാശമുള്ള. അപ്പം ഇവരൊക്കെ നമ്മൾ ഏതർത്ഥത്തിലാണ് ഇവരെ പേഴ്സണൽ ഏരിയയിൽ പോയി അവരെ നിയന്ത്രിക്കാനാണ് ഈ കൗൺസിലേഴ്സ് പോലും ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം അങ്ങനെയുള്ളൊരു സമൂഹത്തിനെ കുറിച്ച് നമുക്ക് വലിയ പ്രതീക്ഷയ്ക്കുള്ള ബാക്കിയുണ്ടോ എന്നുള്ളത് എനിക്കൊരു ആശങ്കയുണ്ട്. അപ്പം അതിനകത്ത് എത്രത്തോളം സമ്മർദ്ദത്തിലായിരിക്കും സ്ത്രീകളുടെ ജീവിതം എന്നുള്ളതാണ്. അപ്പോൾ വീടുകളൊന്നും അങ്ങനെ നവീകരിക്കപ്പെടുന്ന ഒരു ഇടമായിട്ട് മാറുന്നില്ല. അത് നമ്മുടെ രാഷ്ട്രീയ പ്രയോഗത്തിൻ്റെ തന്നെ തകരാറുകളാണ് വീടുകൾ ആ രീതിയിൽ ചുരുങ്ങി നിൽക്കുന്നത്. എല്ലാവർക്കും പുറത്തേക്ക് ഇടാനുള്ള ചെരുപ്പാണ് ജനാധിപത്യം. പുറത്തെത്തി അകത്തെത്തണമ്പോൾ അവരത് ഊരി വയ്ക്കും. വ്യവസ്ഥയും പ്രത്യയശാസ്ത്രവും നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ പോലും നിയന്ത്രിച്ചുകൊണ്ടിരിക്കും നമ്മൾ അറിയാത്ത രീതിയിൽ. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ നമ്മളൊരു സ്കൂളായാലും വിദ്യാഭ്യാസ സ്ഥാപനമായാലും അല്ലെങ്കിൽ ഒഫീഷ്യൽ സ്ഥാപനങ്ങളെല്ലാം ആയാലും നമുക്ക് ഓപ്ഷൻ തരുന്നുണ്ടെന്നുള്ള വ്യാജേന നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത് അല്ലെങ്കിൽ പുസ്തകം വരുന്നതിന് മുൻപും ശേഷവും ഏറ്റവും കൂടുതൽ ചേച്ചി പറഞ്ഞിട്ടുള്ള പ്രണയത്തെ സംബന്ധിച്ചും ദാമ്പത്യത്തെ സംബന്ധിച്ചും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ വൈറലാവുകയുണ്ടായല്ലോ. അതായത് വളരെ വൈറലായി. കാരണം അതായത് നമ്മൾ ഇത്രയും ഓപ്പൺ ആണെന്ന് പറയുമ്പോൾ പോലും ഇത് വളരെ വൈറലാക്കുന്നതിൻ്റെ ഒരു മനോഭാവം ചേച്ചി അത് ശ്രദ്ധിച്ചു. പ്രത്യേകിച്ച് ഒരു സ്ത്രീ അത് തുറന്നു പറയുമ്പോൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും രണ്ട് തരത്തിലും ഇത് വരുന്നുണ്ട്. അപ്പൊ ഈ പ്രണയം പോലുള്ളൊരു ഇമോഷനെ പോലും സ്ഥാപനവൽക്കരിക്കുകയാണ്. വളരെ പ്രണയത്തിന് സ്ഥാപനവൽക്കരിച്ചില്ലെങ്കിൽ കുടുംബങ്ങൾ നിലനിൽക്കില്ല, അറിയോ, വിവാഹങ്ങൾ നിലനിൽക്കില്ല. നമുക്ക് വിവാഹം എന്ന് പറയുന്നത്
ജാതിനെയും മതത്തിനെയും ഉറപ്പിച്ചെടുക്കാനാണ്, കുടുംബ പാരമ്പര്യങ്ങളെ. അല്ലെങ്കിൽ ഞാൻ ആലോചിക്കട്ടെ, സാധാരണ രീതിയിൽ വിവാഹിതരാവുക എന്നുള്ളത് വ്യക്തികളുടെ ചോയ്സ് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ നിലനിൽക്കുന്ന എന്തെല്ലാം തരത്തിലുള്ള അനീതികളും ആചാരങ്ങളും മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ ഇന്ന് വളർന്ന നമ്മുടെ തലമുറേനെ നമ്മൾ വളരെ സ്വതന്ത്ര വ്യക്തികളായിട്ട് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവുന്ന ഒരു ഘട്ടത്തിൽ അവരെ സംബന്ധിച്ച് അവരൊരു ഇണയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അവരുടെ അവകാശം മാത്രമാണെങ്കിൽ അവർക്ക് ഇന്ത്യൻ മാരേജ് ആക്ട് പ്രകാരം വേണമെങ്കിൽ വിവാഹിതരായാൽ മതി. അപ്പം നിങ്ങൾ ഒരു ഭാഗത്ത് നിങ്ങൾ സ്ത്രീധനം കൊടുത്തിട്ട് കുട്ടികൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നെഞ്ചത്തടിച്ച് കരയും. 100 പവൻ കൊടുത്തു, 10 ലക്ഷം കൊടുത്തു, എന്നിട്ടും കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന അതേ ആളുകൾ തന്നെ ഈ ഒരു ഓപ്ഷനെ കുട്ടികൾക്ക് അനുവദിക്കൂല. അവർ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പുകളോ അപ്പം വെച്ചാൽ ഒരേ സമയം നമ്മൾ തന്നെയാണ് ഇതിനെ നിലനിർത്തുന്നത്, ഒരേ സമയം എന്നിട്ട് നമ്മൾ തന്നെയാണ് ഇതിന്റെ പുറത്ത് നെഞ്ചത്തടിച്ച് കരയുന്നത്. ഇത് മനസ്സിലാവാത്തോടത്തോളം ഈ സംഘർഷം എന്ന് പറയുന്നത് വീടിനകത്ത് ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. ഒരു തരത്തിൽ നമുക്കൊരു ക്ലാരിറ്റി ഉള്ള സമൂഹവും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പം നമ്മളുടെ ഈ ഡബിൾ സ്റ്റാൻഡേർഡ്സ് മാറ്റുക എന്നുള്ളതാണ്, അത് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളത്. കാരണം ആദ്യം നമ്മൾ അഡ്മിറ്റ് ചെയ്യണം. ഒരു ഭാഗത്ത് നമ്മൾ പറയും മനുഷ്യരാവുക. ആരോടെ നിങ്ങൾ ഈ മനുഷ്യരാവാൻ പറയുന്നത്? നിങ്ങളെ കുട്ടികൾ തന്നെ ജാതി മതം നോക്കി കല്യാണം കഴിക്കണം, മുഹൂർത്തം നോക്കിയും ജാതകം നോക്കിയും കല്യാണം കഴിക്കണം എന്ന് തന്നെയാണ് ശാഠ്യം. അല്ലാതെ എവിടെ നിന്നാണ് ഇത്ര മതിയം മാട്രിമോണിയൽ കോളങ്ങൾക്ക് ഈ സ്ഥാനം കിട്ടുന്നത്? അപ്പം ഇങ്ങനത്തെ കുറേ കോൺട്രാഡിക്ഷനിൽ നിൽക്കുന്ന ഒരു സമൂഹം. നമുക്ക് ഈ ഒരു ക്ലാരിറ്റി ഇല്ലാത്തടത്തോളം കാലം ഇതിലൊന്നും ഈ കരച്ചിലിനും പയ്യാരം പറിച്ചിലിനും ഒന്നും ഒരു പോംവഴി ഉണ്ടാകാൻ പോകുന്നില്ല. ഇതിനൊരു സൊല്യൂഷനായിട്ട് ജോളി ചേച്ചി എന്താ വിചാരിക്കുന്നത്? അതായത് ഇപ്പോൾ വ്യവസ്ഥ ഇങ്ങനെ നമ്മൾ എത്രത്തോളം പുരോഗമിക്കുന്നതോറും വ്യവസ്ഥ മറ്റേ സ്ഥലത്ത് അനങ്ങാതെ നിൽക്കുകയും, അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ഇപ്പം നമ്മൾ വീട് നിഷേധിക്കണോ അല്ലെങ്കിൽ കുടുംബം നിഷേധിക്കണോ? എന്താ ചേച്ചിയുടെ ഒരു സജഷൻ? എൻ്റെ സജഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ നിഷേധിക്കുകയല്ല, ഇതിനെ ഉടച്ചു വാർക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഞാനിത് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും പിന്നെ നിങ്ങൾ എന്താ ഉടനെ ആളുകൾക്ക് ആകെ കത്താന്ന് അവർ ദാരിദ്ര്യത്തില്ല, എന്നാൽ പിന്നെ ഫ്രീ സെക്സ് ആണോ? കാരണം കുടുംബം ഉണ്ടായാലും സെക്സ് സാധ്യമല്ലാത്ത മനുഷ്യരാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇതിനെ കുറിച്ച് സെക്സിനെയും പ്രണയത്തെയും കുറിച്ച് പറയുമ്പോൾ വൈറലായത്. മനുഷ്യർക്ക് ഇതെല്ലാം നേരെ ചൊവ്വ നടത്തി പോകാവുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഇതൊന്നും വർത്താനം തന്നെ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സംഗതി ലൈസൻസ് ആണ്. കാരണം അപ്പൊ അങ്ങനെയുള്ള ഒരു ഇടത്തിലിരുന്നിട്ട് നമ്മൾ ഈ പ്രായത്തിലിരുന്ന് പറയുമ്പോഴാണ് ഈ ഭയങ്കര ഒരു കൗതുകം തോന്നുന്നത്. സത്യത്തിൽ ഇതിനൊന്നുമല്ല വിവാഹം എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അപ്പൊ ഇത് നമ്മൾ പുതിയ തരത്തിലുള്ള മനുഷ്യബന്ധങ്ങളെ ഉണ്ടാക്കലാണ്. അല്ലാതെ നമുക്ക് നിലവിൽ സാമൂഹ്യ ജീവിതത്തിനകത്ത് വീടിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ബേസിക്കലി നമ്മളെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു ഇടം അത് തന്നെയാണ്. പക്ഷെ ആ ഇടത്തിന്റെ സ്വഭാവത്തെ മാറ്റണം. അപ്പം നിങ്ങൾ ഒരു സമയത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഈ പാട്രിയാർക്കൽ വാല്യൂവിൽ നിൽക്കുന്ന കുടുംബത്തിനകത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിനെ ഒഴിവാക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് മതത്തിനെ ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ മതവും മാർക്കറ്റും കൂടി നിൽക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ദുരാചാരങ്ങളും നിലനിൽക്കാൻ വേണം. നിങ്ങൾക്ക് കല്യാണമൊക്കെ ഒരു ഇവന്റ് മാനേജ്മെന്റ് പോലെ ഒരു ദിവസത്തെ കല്യാണമൊക്കെ ഒന്ന് ഒരാഴ്ചയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. മാർക്കറ്റിന്റെ ആവശ്യമാണ്. പക്ഷെ നമ്മളിപ്പുറത്തുനിന്ന് പറയുന്നത് എന്താ, മനുഷ്യർക്ക് പോയിട്ട് ഇങ്ങനെ കല്യാണം കഴിച്ചുകൂടെ, മാരേജ് ആക്ട് പ്രകാരം കല്യാണം. പക്ഷെ അതല്ല, അത് ഈ രീതിയിലേക്ക് അതിനെ അട്ടിമറിച്ചു കഴിഞ്ഞു. ഈ കള്ളും സിഗരറ്റും എഴുതി കാണിക്കണം എന്ന് പറയും, ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഏതെങ്കിലും ഒരു സിനിമയിൽ കണ്ട പൊന്നിട്ടിട്ട് ഒരു നടി അല്ല പറഞ്ഞ ഒരു സിറ്റുവേഷനകത്ത് സ്ത്രീധനം കൊടുക്കുന്നത് മോശം കാര്യമാണ് അല്ലെങ്കിൽ അത് ഇല്ലീഗലാണെന്ന് എഴുതി കാണി. എത്രയോ പരസ്യങ്ങളാണ് വരുന്നത്. ഈ പരസ്യങ്ങൾ മുഴുവൻ വരുന്നതും കല്യാണ പെണ്ണിനെ ഒരുക്കി കൊണ്ടുവരുന്നതാ. അപ്പോൾ കല്യാണത്തിന് പെണ്ണ് പൊന്നിടണം എന്നുള്ളത് ആദ്യമേ തന്നെ നമ്മുടെ മനസ്സിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പറയാം അത് സ്ത്രീധനല്ല, ഗിഫ്റ്റാണ്. ഇത് ആരെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ ഗിഫ്റ്റൊക്കെ? ഇനി അതല്ല, പെണ്ണുങ്ങൾ ഈ ഗിഫ്റ്റ് ഇടേണ്ടത് ഇങ്ങനെയാണെന്നുള്ളത് നമ്മൾ മറിച്ച് പറയേണ്ടത് ഞങ്ങൾക്ക് സ്വതന്ത്രരായിട്ട് നിൽക്കാൻ, ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് സ്വത്തിന്റെ അവകാശം തരണം. ഇത് നമ്മൾ ഒരു പെണ്ണുങ്ങൾ എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അത് പറയില്ല. ഒരുപാട് ആർജവമുള്ള പെൺപിള്ളേരെ, പക്ഷെ അവസാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി എന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ട് ഇതുമാതിരി യാനയ്ക്ക് നെറ്റിപ്പട്ടം കെട്ടിയാണ് നിൽക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പം നമ്മൾ ബദലുകൾ വെക്കണം. ശരിയാണ്, എനിക്ക് ഇണയെ വേണം, അത് എൻ്റെ തിരഞ്ഞെടുപ്പാണ്. എനിക്ക് സ്വത്തും വേണം വീട്ടിൻ്റെ, അതൊന്നും തരാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അത് എൻ്റെ പേരിൽ തരണം. ഈ പ്രാക്ടീസുകൾ വരുമ്പോൾ ചിലപ്പോൾ അടുത്ത് വരുന്നത് പുതിയ മനുഷ്യബന്ധങ്ങളായിരിക്കും. ഈ അധികാരമൊക്കെ മാറി മറിയും. അപ്പൊ നമ്മള് ആൺപിള്ളേർക്ക് ആ ബോധം വരും, ഇവരെ ഭരിക്കാനൊന്നും അല്ല, നമ്മൾ വേണമെങ്കിൽ ഈ സ്പേസ് ഒന്നിച്ച് മര്യാദയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പേസ് അനുവദിച്ച് ജീവിക്കണം. അങ്ങനെയുള്ള ബന്ധങ്ങൾ നിൽക്കുള്ളൂ. പിന്നെ ഈ തുല്യനീതി എന്ന് പറയുന്ന അല്ലെങ്കിൽ ലിംഗനീതി എന്ന് പറയും നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ
അത് നമ്മുടെ മാത്രം ഒരു ആവശ്യമായിട്ടാണ് കാണുന്നത്. പെണ്ണുങ്ങൾക്ക് മാത്രം എന്തോ ആവശ്യമുള്ള കാര്യമാണ് നീതി. അത് സമൂഹത്തിന് യാതൊരു തരത്തിലും ആവശ്യമുള്ളതായിട്ടുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ആ പ്രശ്നമില്ലല്ലോ. അപ്പൊ എല്ലാവരും ഒരുമിച്ച് അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ മാത്രമാണ് വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പൊ പലപ്പോഴും ചിലരൊക്കെ ഇങ്ങനെ കളിയാക്കി പറയുന്നത്, പലരും ഈ സ്ത്രീകൾ എപ്പോഴും ഇരവാദം കളിക്കുകയാണ്, എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. പക്ഷെ നമ്മൾ കരയാൻ വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത് എന്നും, ഇത് അവര് എല്ലാവരും ഇപ്പൊ വനിതാ ദിനത്തിന് വനിതയെ മാത്രം വിളിക്കുന്നത് പോലെ, വനിതാ പരിപാടിക്ക് വനിതകളെ മാത്രം ഇരുത്തുന്നത് പോലെ ഇത് ഈ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. സ്ത്രീകളെ തന്നെയാണ് ബോധവൽക്കരിക്കേണ്ടതെന്നാണ്. എംപവേർഡ് ആയിട്ട് വിമൺ ഉണ്ടാക്കുമ്പോ ഈ എംപവേർഡ് ആയിട്ടുള്ള പെണ്ണിനെ ഉൾക്കൊള്ളുന്ന സമൂഹം ഇല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് പാട്രിയാർക്കലാണ്. ഈ സിസ്റ്റത്തിനകത്ത് സ്വാഭാവികമായ പ്രിവിലേജ് ജെൻഡർ എന്നുള്ള രീതിയിൽ ആണുങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിന്റെ ഇരയാണ് അവരും. പ്രിവിലേജ് ഉണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾ അപ്പുറത്ത് നിൽക്കുന്ന തുല്യതാ ബന്ധം അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യത്തിലും നിങ്ങൾ മാച്ച് ആവേണ്ടി വരും, ആൽഫ മെയിൽ ആവേണ്ടി വരും. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ആവേണ്ടി വരും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കരയാൻ പറ്റാത്തത്, നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് വെന്റ് ഔട്ട് ചെയ്യാൻ പറ്റാത്തത്. അല്ല, അവരും ഗതികേടാണ് അത്. കുടുംബനായകനാവണം, മാച്ചോ ആവണം, കരയാൻ പാടില്ല, അവർ ഉരുകാൻ പാടില്ല. അപ്പൊ മനുഷ്യാവസ്ഥകളെ നിഷേധിക്കുന്ന പലതും ഈ പുരുഷനെ ഏറ്റെടുക്കേണ്ടി വരും. അപ്പൊ ഇതിനെ നമ്മൾ രണ്ടു കൂട്ടരും ഒരുപോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് മാനുഷികമായിട്ടുള്ള ഒരു ജീവിതം എനിക്ക് സാധ്യമാക്കണമെന്ന് ചിന്തിക്കുന്നിടത്താണ് ഇത്. നമ്മളായാലും ഇങ്ങനെയല്ല, ഏറ്റവും വീക്കർ സെക്ഷൻ എപ്പോഴും എംപവർ ചെയ്യാൻ ശ്രമിക്കും. ഇതിന്റെ എല്ലാ പ്രിവിലേജും എൻജോയ് ചെയ്യുന്ന, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത, ഈ പ്രിവിലേജ് ഞാൻ എൻജോയ് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് മനസ്സിലാക്കാത്ത ഒരാളുടെ അടുത്തേക്ക് ഒരു എഡ്യൂക്കേഷനും ഇല്ല. എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിലെ തന്നെ ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഞാനടക്കമുള്ള അമ്മമാര് നമ്മുടെ ആൺപിള്ളേരെ ആ രീതിയിൽ ട്രെയിൻ ചെയ്യുന്നതിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പിന്നെ എപ്പോഴും സ്ത്രീകൾക്ക് മാത്രമാണ്, സ്ത്രീകൾ അച്ചടക്കം പഠിപ്പിക്കലാണ്. ഇന്നും അത് തന്നെയാണ്. അങ്കുശമില്ലാത്ത ചാബല്യക്കാര് നമ്മളാണ്. അങ്ങനെയുള്ള കവിത തന്നെ, അങ്കുശമില്ലാത്ത ചാബല്യമേ എന്നുള്ളത് നമ്മളെ വിളിക്കണത്. അതിന്റെ തമാശ എന്താന്ന് വെച്ചാല് ഈ കണ്ട ഇതിന്റെ ഒരു ഐറണി എന്താന്ന് വെച്ചാൽ കണ്ട ചെളിയിൽ ചവിട്ടുകയും ചെയ്യുക, വെള്ളത്തിൽ കഴുകുകയും ചെയ്യാന്ന് പറയുമ്പോൾ ആർക്കാണ് അങ്കുശമില്ലാത്ത ചാബല്യം? അത് നമ്മളിലേക്കാണ് ചാബല്യം എൻഡോഴ്സ് ചെയ്യുന്നത്. അങ്ങനെ ഭയങ്കര തലതിരിഞ്ഞ ചില ഫ്രേസുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും വേണ്ടിയിട്ട്, അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് നമ്മൾ രണ്ടു കൂട്ടരും തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അല്ലാതെ ഒന്ന് പെണ്ണുങ്ങളെ അല്ലാതെ നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് മുമ്പോട്ട് പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ നിരന്തരം ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയും നമ്മൾ തന്നെ അടുത്ത സ്റ്റെപ്പിൽ, ഇതുവരെ നമുക്ക് ആരും ഒന്നും തന്നിട്ടില്ല, നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ പോരടിച്ച് വാങ്ങിക്കേണ്ടുന്ന ഒന്നാണെന്നുള്ള ബോധം, ഒരു പൊതുബോധം സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരു സാമൂഹിക ഇടത്തിലേക്ക് വരികയാണ്, ഇപ്പോൾ തൊഴിലിടത്തിലേക്ക്. ഇപ്പോൾ ചേച്ചി ഗൾഫിൽ പോയി പ്രവാസ ജീവിതം നയിച്ചു, നാടക പ്രവർത്തനം നടത്തി, സിനിമാ പ്രവർത്തനത്തിൽ തുടരുന്നു. അപ്പോൾ ഈ തൊഴിലിടത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാമൂഹിക തൊഴിലിടം എന്ന് പറയുന്ന ഒരു സാമൂഹിക സ്ഥലത്ത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു കടന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ചിട്ട്, പെണ്ണവസ്ഥയെക്കുറിച്ചിട്ട് എങ്ങനെയാണ് ജോലി ചേച്ചി വിലയിരുത്തുന്നത്? അതായത് ഇപ്പം ഞാൻ വന്നു നിൽക്കുന്ന ഒരിടത്തെക്കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ അതൊരു തൊഴിലിടം എന്നുള്ള ഡെഫിനിഷനിലേക്ക് ഇപ്പോഴും എത്താത്ത, ഇൻഡസ്ട്രി എന്നൊക്കെ പേരുള്ളൂ. അപ്പോൾ ഇൻഡസ്ട്രിക്ക് എന്ന് പറയുമ്പോൾ അതിന് നിയതമായ ചില ഘടനകൾ ഉണ്ടാവുമല്ലോ, അതില്ല. അപ്പം നമുക്ക് സീനിയോറിറ്റി അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ശമ്പളം കൂടുതൽ വേണം, അല്ലെങ്കിൽ നമുക്ക് മറ്റു ആനുകൂല്യങ്ങൾ കിട്ടണം. അപ്പം ഇങ്ങനെയുള്ള ഒന്നുമില്ലാത്ത ഒരിടമാണ് അത്. ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് അനുസരിച്ച് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഒന്ന് ട്രെൻഡിനനുസരിച്ച് സിനിമ പിടിക്കുന്ന ഒരു രീതി വന്നപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങളെ ഇല്ലാത്ത വിധത്തിലാണ് ഇന്നത്തെ സ്ക്രിപ്റ്റുകൾ ഉണ്ടായി വരുന്നത്. അതായത് പഴയ കാലത്ത് ഇപ്പം നമ്മൾ 80-90കളിലൊക്കെ, അപ്പം ഞാൻ ആലോചിക്കുന്ന അതും കൂടെ എനിക്കിങ്ങനെ ഞാൻ ആലോചിക്കുക, എന്തുകൊണ്ടാണ് ഈ എഴുതുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ അധികവും ഒരു 30-നും 35-നും, എന്ന് വെച്ചാൽ 25 മുതൽ 35 വയസ്സിന് ഇടയിലുള്ള പുരുഷന്മാരുടെ സ്ക്രിപ്റ്റാണ് അധികം വരുന്നത്. അതേസമയം സോഷ്യൽ മീഡിയക്കകത്ത് അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ സ്ത്രീകളുടെ ഒരു വലിയ ലോകങ്ങൾ, അവർ യാത്രകൾ പോകുന്നു, പല ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾ ചേർന്ന് സ്ത്രീകളുടെ മാത്രമായ യാത്രകൾ, സ്ത്രീകളുടേതായ തുറന്നു പറച്ചിലുകൾ, ഒരുപാട് എഴുത്തുകൾ, ഗംഭീര എഴുത്തുകൾ നമ്മൾ ഇന്ന് വായിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന പെണ്ണുങ്ങളുടെയാണ്, പല ഏജ് ഗ്രൂപ്പില്. ഇങ്ങനെയുള്ള വേറൊരു തരം ആശയലോകവും അതിൻ്റെ സാധ്യതകളും സ്ത്രീകളുടെ ഭാഗത്തുനിന്നുണ്ട്. എന്നിട്ടും നമ്മളുടെ എഴുതുന്ന ആൺപിള്ളേർ ആരും ഈ സ്ത്രീ ജീവിതത്തെ ശ്രദ്ധിക്കുന്നു പോലും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വേറെ ഒന്ന് നമ്മളുടെ ഭാഗത്തുനിന്ന്, സ്ത്രീകളുടെ ഭാഗത്തുനിന്നുള്ള സ്ക്രിപ്റ്റുകൾ ഉണ്ടാവുന്നില്ല, ഉണ്ടായാലും ഇന്ന് അതൊന്നും ഒരു സിനിമയാക്കാനുള്ള സാധ്യതകളൊക്കെ ഇപ്പോഴും വളരെ കുറവ് തന്നെയാണ്.
അതേസമയം ആൺലോകത്തിൻ്റെ ഒരു കാഴ്ചയിൽ എന്ന് പറഞ്ഞാൽ അവർ ഈ മനുഷ്യാവസ്ഥകളെ സംബന്ധിക്കുന്ന സ്ത്രീകളുടെ പ്രസൻസിനെ അഡ്രസ്സ് ചെയ്യുന്ന സിനിമകളൊന്നും ഇവർ ആലോചിക്കുന്ന പോലും ഇല്ല. ഇന്നും ക്രൈം ത്രില്ലർ, ഹൊറർ ത്രില്ലർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ വളരെ കുറച്ചല്ലേ ഉള്ളൂ. വാണിജ്യമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പോലും മനുഷ്യന്റെ ലൈഫിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഏരിയാസ് കുറവാണ്. സാമൂഹ്യ ബന്ധങ്ങളുടെ ചലനങ്ങളെ കാണിക്കുന്നതൊക്കെ വളരെ കുറവാണ്. അപ്പൊ അത് തന്നെ നമ്മളൊരു കോൺട്രാഡിക്ഷനാണ്. നമ്മൾ പരസ്പരം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ക്യാമറയുടെ മുന്നിൽ മാത്രമല്ല പുറകിലും സ്ത്രീകൾ നിന്നാൽ മാത്രം അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ വെച്ചാൽ പ്രൊഡക്ഷൻ നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം, സ്ക്രിപ്റ്റുകൾ ഉണ്ടാവണം. ശരിക്കും പറഞ്ഞാൽ ഈ പണത്തിൽ ഒരു അധികാരം ഉണ്ടാവുന്നുള്ളതാണ്. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അത് മണിയാണ്. നമുക്ക് മൂലധനത്തിൽ അധികാരം ഇല്ലാത്തതിന്റെ എല്ലാ പ്രശ്നവും എല്ലായിടത്തും ഉണ്ട്, വീട്ടിലും മാത്രമല്ല തൊഴിലും. അപ്പൊ സിനിമ ഭയങ്കര മൂലധനം കേന്ദ്രീകരിച്ച് മാത്രം ഉണ്ടാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അത്. അപ്പൊ മൂലധനത്തിൽ പങ്കാളിത്തമില്ലാത്ത സ്ത്രീകളുടെ കഥ ആർക്കും കേൾക്കണ്ട. ചേച്ചി തന്നെ പ്രതിഫലത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ചർച്ചകളൊക്കെ ഇവിടെ കുറെ ഉണ്ടായല്ലോ. എന്നിട്ട് വല്ല വ്യത്യാസം ഉണ്ടായോ ചേച്ചി ഇതിനെ കുറിച്ചിട്ട്? പറഞ്ഞെങ്കിലും വ്യത്യാസം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ഓരോ സ്കെയിലാണ് നിൽക്കുന്നത്, അങ്ങോട്ട് കൂടുന്നേ ഇല്ല. ചിലപ്പോ അത് കുറയുകയാണ് ചെയ്യുന്നത്. 4-5 കൊല്ലം മുമ്പ് ആവശ്യപ്പെട്ട അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലമൊക്കെ ആവശ്യപ്പെട്ടതിനേക്കാളൊക്കെ താഴെ തന്നെ പോകുന്നത്. അതിപ്പോ അവരെങ്ങനെയാന്ന് വെച്ചാൽ നമ്മളോട് ആവശ്യപ്പെടുകയല്ല, ഈ ക്യാരക്ടർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന് ഇത്രയാണ് എന്നുള്ളതാണ്. അപ്പൊ അതേസമയം നമ്മൾ 5 വർഷത്തേക്കാൾ എത്രമാത്രം ഇൻഫ്ലേഷൻ റേറ്റ് കൂടി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 5 വർഷം മുമ്പ് 1000 രൂപയ്ക്ക് വാങ്ങിയിരുന്ന അതേ സാധനങ്ങൾ ഇന്ന് കിട്ടണമെങ്കിൽ നമുക്ക് 4000-5000 രൂപ വേണം. അപ്പൊ ഈ ഇൻഫ്ലേഷൻ റേറ്റിനെ ഒരു കൺസിഡർ ചെയ്യുന്നേ ഇല്ല. അതേസമയം ആനുപാതികമായിരിക്കേണ്ട. ഇപ്പൊ കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു സ്ഥലത്ത് ആനുപാതികമായിരിക്കേണ്ട. അപ്പൊ ഇവരെങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ, ഒന്ന് സ്ത്രീകളെ മൊത്തം കാണുന്നത് 19 വയസ്സായി വീട്ടിലിരിക്കേണ്ട ആളുകളാണ്. അപ്പൊ ഇതാണ് പറയുക, ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നില്ല. നിങ്ങൾക്കൊക്കെ ഒരു സൗഭാഗ്യം വന്ന് ഭവിക്കുകയാണ്, എന്നിട്ട് നിങ്ങൾ എന്തത്ര അഹങ്കാരം. അഭിനയിക്കാൻ പറ്റിയില്ലേ? ആർക്ക് പറ്റും? ഞങ്ങളൊക്കെ പെണ്ണുങ്ങൾ വീട്ടിലിരിക്കുക, നിങ്ങൾക്കത് പറ്റിയല്ലോ. ഇതാണ് ടോൺ. അങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ ടോൺ ഇതാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ പിന്നെ എന്തിനാ ഇങ്ങനെ കാശ് ചോദിക്കണേന്നുള്ളതാണ്. കിട്ടിയത് വാങ്ങിച്ച് പോവുക, സിനിമയിൽ അഭിനയിച്ചെന്നുള്ള ഭാഗ്യത്തിൽ നിർവൃത്തി അടയുക. അപ്പൊ അങ്ങനെ ഒരു പ്രൊഫഷണൽ സെറ്റപ്പിലാണ് ഈ കാര്യങ്ങൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത്രയ്ക്കും എൻ്റെ കഥാപാത്രം ഇന്നതായിരിക്കണം, എനിക്ക് ഇന്ന ആളുകളെ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റുമെന്ന് തീരുമാനിക്കാൻ കഴിയാവുന്ന ശേഷിയുള്ള ഒരു ഡയറക്ടർക്ക് മാത്രമാണ് അങ്ങനെ ആർട്ടിസ്റ്റുകൾ. ഇതിപ്പോ എന്താന്ന് വെച്ചാൽ ഇപ്പൊ പ്രാദേശിക ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ആകെ ഒരു നായകൻ മതി അവർക്ക്. അപ്പൊ ഇപ്പോഴത്തെ എല്ലാ കാസ്റ്റിംഗ് കോളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നായകൻ ഓൾറെഡി ഡിസൈഡഡ് ആയിരിക്കും, പിന്നെ നായികയും ബാക്കി പ്രദേശവാസികളും കാസ്റ്റിംഗ് കോൾ ഇടാണ്. അപ്പൊ എന്താ ഗുണമെന്ന് വെച്ചാൽ ആദ്യ സിനിമയിൽ ആർക്കും പ്രതിഫലം കിട്ടില്ല എന്നുള്ളത് ഒരു അലിഖിത നിയമമാണ്. ഒരു സിനിമയൊക്കെ ഉണ്ടായാൽ മതി. അപ്പൊ ആളുകൾ വേറെ വേറെ ജോലികളിലുള്ളവരായിരിക്കും, അവർക്കും സന്തോഷം. അഭിനയിക്കാൻ നമ്മളെല്ലാവരും ബേസിക്കലി അഭിനയക്കാരാണല്ലോ. അപ്പൊ സിനിമയിലും കൂടെ അത് കഴിവ് തെളിയിക്കാൻ കഴിയാന്ന് സന്തോഷമാണ്. അപ്പോ അവരെ സംബന്ധിച്ച് അതിൽ നിന്ന് 1-2 എണ്ണിയും കിട്ടിയേക്കാം എന്നുള്ള സാധ്യതയുള്ളൂ. പക്ഷെ അവർക്ക് വേറെ തൊഴിലുകളുണ്ടാവും. പക്ഷെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആ തൊഴിലും വിട്ട് ഇതുമ്പോൾ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യും. ഈ തൊഴിലും മാത്രം മതി എന്ന് വിചാരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അപ്പൊ ഇങ്ങനെ കുറേ പേര് അരക്ഷിതരാണ്. ഒരു ഇൻഡസ്ട്രി ഭയങ്കര ക്രൈസിസിലേക്ക് പോകും. ഇൻഡസ്ട്രി പോയില്ലെങ്കിൽ പോലും, മൂലധനം കേടുപാടില്ലാണ്ട് പോയില്ലെങ്കിൽ പോലും അതിനകത്ത് വന്നുവിടുന്ന മനുഷ്യർ ഭയങ്കര അരക്ഷിതരായിട്ടാണ് പോണത്. അത് എവിടെയെങ്കിലും പറയാനുള്ള സ്പേസ് ഇപ്പോഴും ഇല്ല. നെയിം സേക്ക് അല്ലാതെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾ തൊഴിൽ പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ലൈംഗികമായ അതിക്രമം എന്നുള്ളത് മാത്രമാണ് ഇൻഡസ്ട്രിക്കകത്ത് ഒരു തൊഴിൽ പ്രശ്നം. നമ്മൾ ഹ്യൂമിലിയേറ്റ് ചെയ്തു, ലൈംഗികമായിട്ട് എന്തെങ്കിലും അതിക്രമം ഉണ്ടായെന്നല്ലാതെ എനിക്ക് ജോലി ചെയ്തതിന് കൂലി കിട്ടുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം പല മുതലാളിമാരല്ലേ, ഈ പ്രൊഡക്ഷന്റെ മുതലാളിയല്ലല്ലോ അടുത്തതും. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഭയങ്കര അസ്ഥിരതയുള്ള ഒരു പ്രശ്നം ഇൻഡസ്ട്രിയിലുണ്ട്. അതിന് എന്ത് സൊല്യൂഷൻ കൊടുക്കണം എന്ന് വെച്ചാൽ എനിക്കും അറിയില്ല. ഇപ്പൊ നമ്മുടെ സംഘടന ഇപ്പോൾ WCC പോലുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നു. ഒരു 100 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു കൂട്ടം കൂടാൻ പോലും പറ്റുന്നത് ഇങ്ങനെ ഒരു സ്ഥലത്ത്. പക്ഷെ അപ്പോൾ പോലും ഇപ്പോൾ എല്ലാവരും പറയും മമ്മൂട്ടിക്ക് അല്ലെങ്കിൽ മോഹൻലാൽ അല്ലെങ്കിൽ സൂപ്പർ താരങ്ങൾ ആരും ആവട്ടെ, അവർക്ക് അത്രയ്ക്കും വിപണി മൂല്യം ഉള്ളത് കൊണ്ട് അവർ കോടി ചോദിക്കുന്നതിൽ തെറ്റില്ല. സ്ത്രീകൾക്ക് എവിടെയാണ് എത്ര വലിയ വിപണി മൂല്യം? ഇപ്പൊ പാർവതിയോ അല്ലെങ്കിൽ ആരെങ്കിലും ആവട്ടെ, ഇപ്പൊ പുതിയ നടിമാരുടെ പേരുകളൊക്കെ പറഞ്ഞു ഇവർക്ക് എന്താണ് ഇത്ര വലിയ മൂല്യമുള്ളത്, മൂല്യത്തിനനുസരിച്ചല്ലേ കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ പോലും ഇപ്പോൾ ഒരു താരം, ഒരു സൂപ്പർ താരം, ഒരു മെയിലായിട്ടുള്ള താരം, അയാളുടെ റീസെൻ്റ് ആയിട്ടുള്ള ഞാൻ പേരൊന്നും പറയുന്നില്ല, ഏത് സിനിമയാൽ ഹിറ്റായി കഴിഞ്ഞാൽ അത് ആ സൂപ്പർ താരത്തിൻ്റെ മാത്രം ക്രെഡിറ്റ് ആയിട്ട് പറയുകയും നേരെ മറിച്ചൊരു നടി
ഇപ്പൊ നമ്മൾ രജിഷ വിജയൻ എന്ന് ആലോചിക്കുക. ആ കുട്ടി ഒരു ജൂൺ എന്നുള്ളൊരു സിനിമ ഞാൻ ഉദാഹരണം പറയാണ്, അത് ഒരു സക്സസ് ആവുമ്പോൾ തിയേറ്ററിൽ ഓടുമ്പോൾ അത് ടീമിന്റെ സിനിമയായിട്ട് പറയും. അപ്പൊ അവരുടെ മൂല്യം അവിടെ ഇല്ലാഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നോക്കണെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ സിനിമയ്ക്ക് എത്തുന്ന മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രമാണ് അങ്ങനെ ഒരു മോശം പ്രവണത. എന്തുകൊണ്ടാണ് മലയാളത്തിൽ നിന്ന് തന്നെ പോയാൽ നമ്മൾ നയൻതാരയെ നോക്കുക, അവരെങ്ങനെയാ അവിടെ ഇവിടുത്തെ നടന്മാരെക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിന് തുല്യമായ കാശ് അവിടെ വാങ്ങിക്കുന്നുണ്ട്. ഇനി മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ മേനക സുരേഷിന്റെ മകൾ കീർത്തി സുരേഷ്, അവരെങ്ങനെ മറ്റു ഇൻഡസ്ട്രിയിൽ ഇത്രയും താരമായി നിൽക്കുന്നത്? അപ്പൊ ഇവിടുത്തെ ഒരു പ്രാക്ടീസിന്റെ പ്രശ്നം തന്നെ ഇങ്ങനെ എക്നോളേജ് ചെയ്യില്ല, ഒരാളുടെ കഴിവിനെ എക്നോളേജ് ചെയ്യില്ല. അത് സ്ത്രീകളുടെ കഴിവിനെ എക്നോളേജ് ചെയ്യാന്ന് പറഞ്ഞാല് ഭയങ്കര, അതെനിക്ക് തോന്നുന്നു സിനിമയിൽ മാത്രമല്ല കേട്ടോ, സമൂഹത്തിന്റെ മനോഭാവമാണ് അത്. അത് സിനിമയ്ക്കകത്ത് അത് കുറച്ചും കൂടി ഉള്ളത് നമുക്ക് മനസ്സിലാവും, കാരണം നമ്മളാണല്ലോ ഇത് കാണുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ ഇങ്ങനെ കോമൺ സെൻസ് ഉള്ള ഒരു ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി പിന്നീട് ഒരു സ്റ്റാർ എന്നുള്ള ഒരു വാല്യൂയിലേക്ക് വരാത്തതെന്ന്. അതേസമയം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ, ഗംഗൂബായി പോലത്തെ സിനിമ ഒരു പെണ്ണിന് ആലിയ ഭട്ടിനെ മാത്രം വെച്ചിട്ടാണ് കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് അത് കോടികൾ കളക്ട് ചെയ്യുന്നുണ്ട്. അവരതിനെ അങ്ങനെ തന്നെ അക്നോളേജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, ഹിന്ദിയിൽ എന്തൊക്കെ പറഞ്ഞാലും പല ഏജ് ഗ്രൂപ്പിലുള്ളപ്പോൾ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. ത്രീ ഓഫ് അസ് പോലത്തെ ഒരു സിനിമ 50+ ഉള്ള ആളുകളുടെ ഒരു സിനിമ നമുക്ക് ഇവിടെ ആലോചിക്കുമോ? അതിൽ ഷെഫാലിയാണ് ലീഡ്, ഷെഫാലിയാണ് അതിനകത്ത്, വൺസ് അഗെയിൻ ഷെഫാലിയാണ്. ഇങ്ങനത്തെ സിനിമയൊന്നും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് ഈ അക്നോളേജ് ചെയ്യുന്നില്ല. അവർക്കും ഇൻവെസ്റ്റ് ചെയ്താലുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് സമ്മതിക്കാൻ തയ്യാറല്ല, നിൽക്കുന്ന ഒരു വാർപ്പിനെ പൊളിക്കാൻ ആരും തയ്യാറല്ല. അതുകൊണ്ട് മാത്രമാണ് അത് സംഭവിക്കാത്തത്, അല്ലാതെ ഇവിടെ പൊട്ടൻഷ്യൽ ഉള്ള ആളുകളില്ല. ആ ഒരു ഘട്ടത്തിൽ നിന്നാണല്ലോ നമ്മൾ ആക്ടിവിസം എന്ന് പറയുന്ന ഒരിടത്തിലേക്ക്, ഇപ്പൊ എവിടെയും നമുക്ക് കിട്ടുന്ന അവഗണനകൾ, അസ്വസ്ഥതകൾ, മാറ്റി നിർത്തലുകൾ, അത് ഒരു തൊഴിൽ എന്നുള്ള സ്ഥലത്ത് മാത്രമല്ല, ഇപ്പൊ കുടുംബമാവാം, സാമൂഹിക സ്ഥലങ്ങളാവാം. അപ്പൊ അങ്ങനെ ഒരു ടേക്കും കൂടി ജോളി ചേച്ചി എടുത്തിട്ടുണ്ട്, തുടരുന്നുണ്ട്. അപ്പൊ അത് നിരന്തരം തുടരുകയും ചെയ്തു. ഇപ്പോൾ ചിലപ്പോൾ സ്റ്റേറ്റിനെതിരെ ആവാം, ചിലപ്പോൾ നിലനിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെതിരെ ആവാം. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ പ്രത്യേകിച്ചും ഇപ്പോൾ ഈ അടുത്തും ചേച്ചി പല ഈ സ്ത്രീയുടെ ഒഴിവാക്കലിനെ കുറിച്ചിട്ടും സാന്നിധ്യങ്ങളിൽ അവർ സ്ത്രീയുടെ സാന്നിധ്യത്തിന്റെ അസാന്നിധ്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴും വളരെ അസ്വസ്ഥരാണ് ആളുകൾ, വളരെ അസ്വസ്ഥരാണ്. അപ്പോൾ ഈ ഒരു ആക്ടിവിസം എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടുന്ന ഒരു സാധനമൊന്നുമല്ല. നമ്മൾക്ക് ഈ കേരളത്തിൽ പ്രത്യേകിച്ചും ഇവിടുത്തെ സമകാലിക സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ എത്രത്തോളം ചീത്തവിളി കേട്ടാലും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ഈ ജീവിതം എന്ന് പറയുന്ന ഒരു ഇടം അവിടെ നിൽക്കുന്നു, അഭിനയ സ്ഥലം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കൂടെ നമ്മൾ കടന്നു പോകുന്ന ഈ ഒരു സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് ചേച്ചി ആത്മകഥയിലും പല സ്ഥലങ്ങളിൽ അത് പല ഇടത്തും അങ്ങനെ ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിൽ നിലപാടെടുക്കേണ്ടുന്ന സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പദവി അല്ലെങ്കിൽ പദവി എന്ന് പറയുന്നില്ല, ആ ഒരു ജീവിത ഇടത്തെ കുറിച്ചിട്ട് ചേച്ചി എന്താ വിലയിരുത്തുന്നത്? ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ അത് നമ്മൾ ആക്ടിവിസ്റ്റ് എന്ന് നമ്മൾ സ്വയം വിളിക്കുന്നതല്ല. അപ്പൊ എനിക്ക് മനസ്സിലായത് ബഹുഭൂരിപക്ഷത്തിന് അറിയാം ഈ സിസ്റ്റത്തിന് പ്രശ്നമുണ്ടെന്ന്. പക്ഷെ ആ പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കാനും നിരന്തരം ചൂണ്ടിക്കാണിക്കാനും തയ്യാറാവുന്ന ആളുകളെയാണ് ഇവര് ആക്ടിവിസ്റ്റ് എന്ന് പറയുന്നത്. അത് അധികാരഘടനയ്ക്ക് എതിരാവുമ്പോൾ കുറച്ചും കൂടി അതിനെന്ന് വെച്ചാൽ ചിലയിടങ്ങളിൽ അതിനൊരു പ്രാധാന്യം ഉണ്ടാവും. പക്ഷെ ചിലർ വിചാരിക്കുന്നത് ഒരു വ്യവസ്ഥാ വിരുദ്ധരാണെന്ന്. എനിക്ക് തോന്നിയിട്ടില്ല ഇവിടെ ഇന്ന് രാഷ്ട്രീയക്കാർ പോലും സ്ത്രീകളെ ആക്ടിവിസ്റ്റ് എന്ന് വിളിക്കുന്നത് നല്ല അർത്ഥത്തിലാണ്. കാരണം ശബരിമല കയറാൻ പോയ പെണ്ണുങ്ങളെ ഇവിടുത്തെ മന്ത്രി തന്നെ പറയുന്നത് അത് ചില ആക്ടിവിസ്റ്റുകൾ വന്നതാണ്. എന്താണ്, നമുക്ക് കിട്ടിയ ഒരു സുപ്രീം കോടതി നിങ്ങൾ ഇനി തുല്യ പദവിയുള്ളവരാണ്, ആർത്തവമുണ്ട് എന്നുള്ളത് നിങ്ങളെ മാറ്റി നിർത്താനുള്ള ഒരു കാര്യമേ അല്ല എന്ന് പറഞ്ഞു വെച്ചൊരു നിസ്സാര കാര്യം നമ്മൾ എടുത്ത് ഉപയോഗിച്ചു. ഇവിടെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി പോയിട്ട് അടികൊണ്ട പുരുഷനൊക്കെ ഇവിടെ നേതാവാണ്, അതല്ലെങ്കിൽ നവോത്ഥാന നായകരുടെ പട്ടികയിൽ ഇടം പിടിക്കുന്നവരാ. പക്ഷെ സ്ത്രീകളെന്ന് പറഞ്ഞാൽ വളരെ മോശമായ അർത്ഥത്തിൽ, അതായത് ഇങ്ങനെ തനിക്ക് കിട്ടിയ ഒരു അവകാശത്തെ നിയമപരമായി ഉപയോഗിക്കാൻ തയ്യാറായ സ്ത്രീകളെ ഇവിടുത്തെ മന്ത്രിമാർ വരെ വിളിച്ചത് അതൊക്കെ കുറച്ച് ആക്ടിവിസ്റ്റ് പെണ്ണുങ്ങളെന്ന്. അപ്പൊ ഇതുകൂടെ കൊടുക്കുന്ന ചില സൂചനകളെയും കൂടി വെച്ചോണ്ട് തന്നെ നമ്മൾ ആക്ടിവിസത്തിന് നിൽക്കണം എന്നുള്ളത്. അപ്പൊ അധികാരത്തിന്റെ ഒപ്പം നിന്ന് നമുക്ക് രാഷ്ട്രീയം പറയാം, അധികാരത്തിനെ നിരന്തരം വിമർശിച്ച്, അതായത് സ്ത്രീയെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് സോഷ്യൽ ക്യാപിറ്റൽ ഇല്ലാത്തടത്തോളം നമ്മൾ ഏത് അധികാരത്തിന്റെ അടുത്ത് പ്രതിപക്ഷമായിട്ടേ നിൽക്കാൻ പറ്റുമെന്നാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു നിരീക്ഷണം അതാണ്. എവിടെയും നമുക്ക് പ്രതിപക്ഷമായിട്ട് ഇരിക്കാനുള്ള അവസ്ഥയിലേ ഇപ്പോഴും എത്തിയിട്ടുള്ളൂ. ഇന്നും 33%
വോട്ട് നമ്മൾ യാചിച്ചുകൊണ്ട് നടക്കുക. 50 പോലും അല്ല, ഇവിടെ കേരളത്തിൽ 52% സ്ത്രീ വോട്ടേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മളിപ്പോ നമുക്ക് തമാശ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ എനിക്ക് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രഹേളിക എന്ന് പറയുന്നത് ഇത്രയും കാലം ഇവരോട് പറഞ്ഞിട്ട് ഇത് ഇവർ മാറ്റിവെച്ച് ഏറ്റവും സ്ത്രീവിരുദ്ധരെന്ന് ഇവർ അവകാശപ്പെടുന്നവർ പോലും, അല്ലെങ്കിൽ ഏറ്റവും പിന്തിരിപ്പ മൂല്യങ്ങളുടെ അല്ലെങ്കിൽ അത്തരം പ്രത്യയശാസ്ത്രങ്ങളെ വക്താക്കളായിട്ടുള്ള ആളുകളാണ് കയറി ഗോളടിച്ചത്. പക്ഷെ അവരെ ഉദ്ദേശം നമുക്കറിയാം നല്ലതൊന്നുമല്ല. അവർ ഈ അടുത്ത കാലത്തൊന്നും അവരെ സംബന്ധിച്ച് പല അജണ്ട വെച്ചിട്ടാണ് ഒരു കുരുക്കിടുന്നത് അവര്. കാരണം അവർക്ക് അറിയാം ഇനി മണ്ഡല പുനർനിർണയം വരുമ്പോൾ ഹിന്ദി ബെൽറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. മാത്രമല്ല കേരളം പോലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ പോലത്തെ മണ്ഡലങ്ങൾ കുറയുകയും ചെയ്യും. അപ്പം ഇങ്ങനത്തെ പല കളികളും വെച്ചിട്ടാണ് ഇവർ നമ്മളെ കരുവാക്കുന്നത്. ഇതൊന്നും അറിയാതെ നമ്മൾ അയ്യോ എന്നാലും അവർ ചെയ്തല്ലോ ഒന്ന് ക്ലാപ്പ് ചെയ്യുക, അത് വേറെ വിഷയം. അതൊക്കെ പോലും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ രസകരമായിട്ടുള്ളൊരു കാര്യം, ഈ നിയമം വന്നാൽ മതി ഒന്ന് ചെയ്യാന്നുള്ള മട്ടിലാണ് ഇവിടെ ഇരിക്കുന്നത്. അതല്ലാതെ അല്ലെ 33% നിയമം ഒന്ന് വന്നാൽ ഉടനെ ഞങ്ങൾ ചെയ്യാം, അപ്പൊ ഇത്രയും സമയം അതിനെ എടുക്കില്ല, എന്തിനാണ് ഇവരിങ്ങനെ കാത്തിരിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ആവശ്യം അപ്പൊ 33% പേർക്ക് ഇവർ കൊടുക്കാൻ തയ്യാറാണ്. അതേസമയം അവർ കുറെ ക്ലോസ് വെച്ചിരിക്കുക. അടുത്ത കാലത്തൊന്നും നടക്കാൻ സാധ്യതയില്ലാത്ത കുറെ ക്ലോസുകളും വെച്ചിരിക്കുകയാണ്. എന്നാ ശരി, ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന മറ്റു പാർട്ടികൾ എന്തായാലും പാസ്സാക്കിയ സ്ഥിതിക്ക് അന്ന് കൊടുക്കൂന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ആവശ്യപ്പെടുന്നത് അതൊക്കെയാണ്. പക്ഷെ അതോടുകൂടി നമ്മൾ ഗവൺമെന്റിനെതിരാണെന്നുള്ള മട്ടില്ല. എനിക്കതിന്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഏത് തരത്തിലും അധികാരത്തിന്റെ ഏഴയിലൊക്കത്തും നമ്മളെ എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇനിയിപ്പോ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഇനി അധികാരത്തിൽ വന്നാൽ തന്നെ ഇവർ പറയും അതൊക്കെ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ആണ്, ഞങ്ങൾ തന്നെയാണ് ചുക്കാൻ പിടിക്കണമെന്ന് പറയും. അപ്പൊ ഏതെങ്കിലും അർത്ഥത്തിൽ പെണ്ണുങ്ങളുടെ പൊട്ടൻഷ്യലിനെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത അത്രയ്ക്ക് എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു MCP ലൈനിലുള്ള രാഷ്ട്രീയക്കാരാണ്, പറയാതിരിക്കാൻ പറ്റില്ല. കേരളത്തിൻ്റെ ഒരു ഇതിനകത്ത് അത് വളരെ പച്ചയായിട്ട് തന്നെ ഞങ്ങളെ എന്തിനാണ് ഇവളുമാരൊക്കെ വന്നിട്ട് ഇപ്പോൾ അന്ന് വേറൊരു തന്നെ ഇടതുപക്ഷ വേദിയിൽ തന്നെയാണ് എന്താണ് ഇവിടെ പെണ്ണുങ്ങളില്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മരിച്ചുപോയൊരു മന്ത്രിയാണ് അവരൊക്കെ കൂടെ വന്നിട്ട് ഞങ്ങളെന്താ അട്ടിമറിക്കാനാണ് പരിപാടി. അപ്പോൾ ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടിൽ നിൽക്കുന്ന ഒരു മന്ത്രിക്ക് പോലും സ്ത്രീകൾ എപ്പോഴും ഈ അട്ടിമറിക്കാനോ ഉപദ്രവകാരികളാണ്. അതായത് താപസളക്കാനുള്ള താപസ കന്യകളാണ് നമ്മൾ എന്നാണ് അവർ കാണുന്നത്. അതിൽ നിന്നൊന്നും മാറിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് അത്ര എളുപ്പമല്ല ഈ ഒരു രേഖ നമുക്ക്. അപ്പം എനിക്കിത്ര പറയാൻ പറ്റുള്ളൂ, ഈ എല്ലാ തരത്തിലുള്ള അനീതിക്കെതിരെ നമ്മൾ ശബ്ദിക്കുമ്പോൾ തൽക്കാലം പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ളതേ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അധികാരത്തിനെതിരെ വിരൽ ചൂണ്ടാൻ ധൈര്യപ്പെടുന്നിടത്ത് മാത്രമേ നമുക്ക് കാതലായ മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം നെയിം സേക്കായിട്ട് പോയിക്കൊണ്ടിരിക്കും. നമുക്കും മഹിളാ അസോസിയേഷൻസ് ഉണ്ട് എല്ലാവർക്കും. ആരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് മാത്രമാണ്. നമ്മളൊരു താലപ്പൊലി ബേസിക്കലി നമ്മൾ കളിയാക്കും കുലസ്ത്രീകൾ താലപ്പൊലി എടുക്കുന്നത്. പക്ഷെ രാഷ്ട്രീയത്തിലും പെണ്ണുങ്ങളുടെ പരിപാടി താലപ്പൊലി എടുക്കൽ തന്നെയാണ്. അതെ, നമ്മളൊരു കളക്റ്റീവ് ഉണ്ടാക്കുമ്പോൾ പോലും ആ കളക്റ്റീവിന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പറയില്ലേ ജാഥ സക്സസ് ആയി മുന്നോട്ട് പോകുമ്പോൾ ആ ജാഥയുടെ മുമ്പിൽ ഒരാൾ വന്ന് നിന്ന് ജാഥ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണുന്നുണ്ട്. ഇപ്പോൾ ചേച്ചി ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോൾ കുട്ടികൾ പറയുന്ന ഒരു കാര്യം, പ്രത്യേകിച്ചും ന്യൂജനായിട്ടുള്ള പെൺകുട്ടികൾ പ്രത്യേകിച്ചും അവർക്ക് നമ്മുടെ നാട്ടിൽ നിൽക്കാനായിട്ട് താല്പര്യമില്ല. ഉടനെ പഠിച്ച് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഉടനെ തന്നെ നാട് വിട്ടു പോവുക എന്നുള്ളതാണ്. അപ്പം നമ്മളിങ്ങനെ നിരന്തര പ്രതിപക്ഷമായി തുടരുകയും നമ്മളിവിടെ സംവാദ പരിസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ പോലും കുട്ടികൾ പറയുന്നത്, ന്യൂ ജനറേഷൻ പറയുന്നത് ഇവിടുന്ന് പോകണം എന്നുള്ളതാണ്. അപ്പൊ അതിന് ചേച്ചി എങ്ങനെയാണ് കാണുന്നത്? അതിന് വെച്ചാൽ എല്ലാവരും എന്ന് വെച്ചാൽ ഇപ്പം എന്ന് വെച്ചാൽ ഈ നമ്മൾ വേറൊരു അർത്ഥത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ഭയങ്കര ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞത് ഗംഭീരമായിട്ട് അത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ തരം മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യം. കാരണം ഇന്നത്തെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ സെൽഫ് സെൻറ്റേർഡ് ആണ്. നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുക, നിങ്ങളെ സമാധാനത്തെ നോക്കുക, നിങ്ങളുടെ സന്തോഷത്തെ നോക്കുക. അങ്ങനെ ഭയങ്കര വ്യക്തിഗതമായ രീതിയിൽ ഇതിനെ ആർജിക്കേണ്ടതാണ്. ഇതിനകത്ത് സമൂഹത്തിനൊരു പങ്കുമില്ല. അപ്പോൾ വ്യക്തിഗതമായിട്ടാണ് എല്ലാത്തിനെയും മറികടക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ആത്മഹത്യകളും കൂടുന്നത് കുട്ടികളുടെ ഇടയിൽ തന്നെ. അങ്ങനെ ഒരു പാരസ്പര്യത്തിൻ്റെ ഒരു ഭാഷ എവിടെ നിന്നും അവർക്ക് കിട്ടുന്നില്ല. ഇത് ഷെയർ ചെയ്യപ്പെടേണ്ടതാണ്. ജീവിതമാണെങ്കിലും സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും അങ്ങനെ ഒരു ധാരണയില്ല. അപ്പം ഇത്രയ്ക്കും ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോയിന്റ് നിന്ന് അവർക്ക് തോന്നുന്നത് അമ്മക്കൊന്നും വയ്യതിന്. അപ്പം എൻ്റെ പിള്ളേരാണെങ്കിലും പറയുന്നത് അങ്ങനെ, അതായത് അമ്മയ്ക്കൊന്നും ബുദ്ധിയില്ല എന്നാണ് പറയുന്നത്. എനർജി വേസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഒരു ജീവിതമേ ഉള്ളൂ, മാക്സിമം 60 വയസ്സ് ജീവിക്കുന്ന ഒരു ജീവി വർഗ്ഗമാണ്. എന്തിനാണ് സഹജീവികൾക്ക് ബുദ്ധി ഇല്ലെങ്കിൽ അവരെ തിരുത്താൻ നിൽക്കുന്നത്? അതുങ്ങൾ അങ്ങനെ ജീവിച്ച് മരിക്കട്ടെ. നിങ്ങൾക്ക് വേറെ, ഞാൻ പറയും, ഈ വേറെ നിങ്ങൾ സ്വപ്നം കാണുന്ന ലോകം മനുഷ്യരുണ്ടാക്കി വെച്ചതാ.
നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും മനുഷ്യരാണല്ലോ ഉണ്ടാക്കിയതെന്നുള്ള തിരിച്ചറിവിലാണ് ഞാൻ ഈ സ്പേസിന് കറക്റ്റ് ആയിരിക്കുന്നത്. അല്ലേ? അതെ, അല്ലാതെ വേറെ അന്യഗ്രഹ ജീവിയൊന്നും ഉണ്ടാക്കി ചെയ്ത് സുഖമാക്കിയിട്ടുള്ള സ്ഥലം. അതാണ് ഞാൻ പറയാം. അപ്പോഴത് മനുഷ്യരാണല്ലോ. അന്യഗ്രഹ ജീവി വന്നിട്ട് ആ സ്പേസിനെ ക്ലീൻ ആക്കി കൊടുത്തതല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ആ സ്പേസ് മനുഷ്യൻ തന്നെ വൃത്തിയാക്കിയിട്ടതാ. അപ്പൊ ഇവിടെയും അങ്ങനെ ഞാൻ ജീവിക്കുന്ന ഇടം നമ്മൾ തന്നെ വൃത്തിയാക്കണം. നമ്മൾ ജീവിക്കുന്ന ഇടത്തിന്റെ മെസ്സ് നമ്മൾ തന്നെ പരിഹരിക്കാം. അത് രാജ്യത്തിന്റെ ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കരുതുന്നതുകൊണ്ടാണ്. അപ്പൊ അവര് കാണുന്നത് വെച്ചാൽ അതിനുള്ള എനർജി അവർക്കില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഞാൻ പറഞ്ഞ അങ്ങനെ ഉണ്ടാവും. പല റെലംസ് അല്ലേ ലൈഫ്. ഇതിപ്പോ ഞാനും ആലോചിക്കുമ്പോ അവര് കാണുന്ന അവരൊരു എക്സ്പോഷർ കൊടുക്കുന്നതായിരിക്കും ലോകത്തെ കുറിച്ചുള്ള. ഞാൻ വേണമെങ്കിൽ കേരളം ഇന്ത്യ മാത്രമാവും കാണുന്നത്. അവരെ സംബന്ധിച്ച് അങ്ങനെയല്ലേ യൂണിവേഴ്സ് ഇങ്ങനെ അവർക്ക് പ്രപഞ്ചം ഇങ്ങനെ കെടുക്കാണ്. അപ്പൊ അത്രയൊന്നും എനർജി കളയാനില്ല എന്ന് വിചാരിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മളേതുപോലെയുള്ള മനുഷ്യർ ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒരു സപ്പോർട്ടിങ് സിസ്റ്റം പിന്നെ ഇല്ലാതെ അല്ലെങ്കിൽ നാളേക്ക് ഇതിന്റെ തുടർച്ചകൾ ഇല്ലാതെ ഇതോടുകൂടിയൊക്കെ തീർന്നു പോകും. പക്ഷെ നമ്മളെ ജീവിതം എങ്ങനെ തീർന്നു പോകും എന്നുള്ളതാണ് അവിടെ പ്രശ്നം. പിള്ളേരൊക്കെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും. ഞാനൊക്കെ വിചാരിക്കുന്നത് അത് തന്നെയാണ്. കാരണം നമ്മൾ 10 വയസ്സ് തൊട്ട് തുടങ്ങിയ ഫൈറ്റ് അത് ജാതിക്കെതിരെ, അസമത്വത്തിനെതിരെ, ലിംഗപദവികൾക്കെതിരെ എവിടെയും എത്തുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ റിജിഡാവാണ് ചെയ്യുന്നത്. ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഞാൻ വിചാരിക്കും അത് ശരിയാ മക്കളെ ഇവിടെ നിന്നൊക്കെ വണ്ടി വിട്ടോ. കാരണം ഇതുങ്ങളെയൊക്കെ വീണ്ടും പഠിപ്പിച്ച് എഡ്യൂക്കേറ്റ് ചെയ്ത് നമ്മുടെ സമാധാനം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ചിലപ്പോൾ ഞാൻ എത്തുന്നുണ്ട്. എന്നാലും കുറെ കണ്ടിന്യൂ ചെയ്യണ്ട ഈ ഒരു സിസ്റ്റം വ്യവസ്ഥയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. നമ്മളെ പ്രാക്ടീസ് ആണത്. ഇപ്പൊ നമ്മൾ ശീലിക്കാന്ന് പറയും. ഇപ്പൊ നമ്മളെ അമ്മാമ്മമാർക്ക് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കുളിക്കണം എന്നൊക്കെയുള്ള ഒരു ശീലം പോലെ നമ്മളിതൊരു ശീലാണത്. അതിനപ്പുറത്ത് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇതൊരു ശീലത്തിന്റെ ഭാഗമായിട്ട് ശോഭിക്കുന്നു, പ്രതികരിക്കുന്നു, പോസ്റ്റ് ഇടുന്നു, 4 ആള് വിളിച്ചാൽ പോയി യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നല്ലാതെ കാതലായ മാറ്റം ഉണ്ടാവുന്നില്ല എന്നുള്ള പെയിനോടുകൂടിയാണ് ഓരോ ദിവസം കിടന്നുറങ്ങുന്നത്. അപ്പൊ ആ ശീലത്തിന് അവർ നിൽക്കുന്നില്ല എന്ന് ചിലവർ തീരുമാനിക്കുകയാണ്. നമ്മൾ പറയില്ലേ പാരമ്പര്യങ്ങളെ ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്ന പോലെ തന്നെ അവർ തീരുമാനിക്കുകയാണ്. അവർ മേ ബി വേണമെങ്കിൽ വേറെ ലോകം കണ്ടെത്തിയിരിക്കും. പക്ഷെ ഇതൊരു അപകടം തന്നെയാണ്. കാരണം ഞാൻ ജീവിക്കുന്ന ഇടത്തിലെന്ന് പറഞ്ഞാൽ എല്ലാം വയസ്സായവരാ. എൻ്റെ മക്കളും വേറെ മേലെ ഇരിക്കുന്ന 2 പിള്ളേർ. അതിൽ തന്നെ ഒരു മോൻ പോയിപ്പോ അവർ കാനഡയിലേക്ക് കിട്ടും. അപ്പൊ ഈ വാർദ്ധക്യങ്ങളുടെ ഒരു ഏകാന്തതയുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഒരു സ്ത്രീ 2 ദിവസമാണ് അവര് വീണിട്ട്. കാരണം അവര് പൂട്ടിയിട്ടല്ലേ ഇരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ബന്ധങ്ങളില്ല. 2 ദിവസം അവർ വീണ് ഹിപ്പെല്ലാം ഒടിഞ്ഞിട്ട് അവിടെ കിടന്നു. ഞാൻ പറയുവെച്ചാൽ ഇത് എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾ പരിഹരിക്കേണ്ടത്? ഈ സ്ത്രീയുടെ ഒരേ ഒരു മകനുള്ളൂ. അവൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുക. പക്ഷെ നമുക്ക് ഇതിനകത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു അറ്റൻഷൻ കൊടുക്കാനോ ആക്ഷൻ എടുക്കണം. ഇപ്പം അവർക്ക് കാശുണ്ട്, അതുകൊണ്ട് അവർക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് അതിൻ്റെ സംവിധാനങ്ങൾ. പക്ഷെ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മുടെ ജനക്ഷേമകരമായ ഒരു പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഏറ്റവും അവസരം ഏറ്റെടുക്കാനുള്ള സംവിധാനങ്ങൾ ആദ്യം വേണം. ഇവിടെ നമുക്ക് അതുപോലും ഇല്ല. ഓരോ ദിവസം മനുഷ്യർ തെരുവിലേക്ക് ഇങ്ങനെ വലിച്ചെറിയപ്പെടുന്ന ഒരു ലോകത്താണ്. അപ്പം ഞാൻ പറഞ്ഞാൽ ഏതിനിപ്പോൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? എൻ്റെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനാണോ ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ തന്നെ വ്യക്തിഗത വളർച്ചയ്ക്കാണോ? അതേസമയം സമൂഹത്തിൽ ഇങ്ങനെ ആവശ്യത അനുഭവിക്കുന്ന മനുഷ്യരുടെ എണ്ണം കൂടി വരുമ്പോൾ അതിലേക്കാണ് ഇതിലേക്കാണ്. അപ്പം നമ്മൾ തന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഒരേ സമയത്ത് നടക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വ്യക്തിഗത വികാസങ്ങൾ ഉണ്ടാവാൻ പോലും സാധ്യമല്ലാത്ത വിധം സാമൂഹിക സാഹചര്യങ്ങൾ കുറേ കൂടി ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം മനുഷ്യർ നിരന്തരം തെരുവിലേക്ക്. അപ്പം എനിക്ക് തോന്നുന്നു ഓരോ ദിവസം ഞാൻ നോക്കുമ്പോൾ മെട്രോ, ഞാനിങ്ങനെ നമ്മൾ കടയിൽ പോയി പുറത്ത് നോക്കുമ്പോൾ ഓരോ ദിവസം ഞാൻ നോക്കുമ്പോൾ എത്രയോ വാർദ്ധക്യങ്ങളാണ്, എത്രയോ കുടുംബങ്ങളാണ് മെട്രോ റെയിൽവേൻ്റെ. അപ്പോൾ ഓരോ തൂണും അവരുടെ വീടായിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളതാണ്. അപ്പം ഇതിനകത്തൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നവർക്ക് ജീവിക്കാൻ പറ്റും. അതർവൈസ് നമ്മൾ അതിൽ പിന്നെ കുറച്ചും കൂടി ഒരു നമ്മളുടെ ഒരു പദ്ധതികൾ, സർക്കാരിന്റെ പദ്ധതികളായാലും ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന പദ്ധതികളായിട്ട് നമുക്ക് വികസനം എന്ന് പറഞ്ഞ ഒരു വലിയൊരു മരീചികനെ എടുത്തു പിടിച്ചാൽ ഇതൊന്നും പരിഹരിക്കാം. അതെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും സീറോന്ന് തുടങ്ങേണ്ട അവസ്ഥയിലേക്ക് ഈ വികല്പം പിടിച്ച ഈ സംഗതികളെ മാറ്റി. എന്താ ഒരു ടൗൺ പ്ലാനിങ് പോലും ഇല്ല. നമുക്ക് ഒരു മഴ പെയ്ത കൊച്ചി വെള്ളത്തിലാണ്. നമുക്ക് എവിടേക്ക് ഇറങ്ങാം, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഒറ്റ മഴയാണ്. നിന്ന് പെയ്ത് കഴിഞ്ഞാൽ കടകൾ എല്ലാം MG റോഡിലെ കടകൾ അന്ന് തന്നെ അടച്ചിടണം വെള്ളം കയറിയിട്ട്. അപ്പം ഞാൻ പറയാം ഒരു ടൗൺ പ്ലാനിങ് ഇല്ല, ഒരു വിഷൻ ഇല്ല എന്ന് നമ്മളെല്ലാത്തിനും ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ ഇടത് വലതൊന്നും ഇല്ലാതെ എല്ലാവരും ഇത് വിദേശത്ത് പോയിട്ട് പഠിച്ചിട്ട് വരുന്നു.
അന്ന് ഈ വിദേശത്തൊക്കെ പോകുന്നത് ഇവർ നമ്മളേതുപോലത്തെ സീസണുള്ള സ്ഥലത്താണ് ഇതൊക്കെ പോയി പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളത്ര ജനസംഖ്യയുള്ള രാജ്യത്താണോ? അതുമല്ല. അന്ന് വേണ്ട, ഓക്കെ, അതൊന്നും വേണ്ട. പക്ഷെ ഇതിന്റെ മെഷർമെന്റ്സ് പിന്നീട് ഇവർ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് വലിയൊരു റിസ്ക് ഉള്ള ഒരു കാലമാണ് നമ്മളുടേത്. അതിനകത്ത് അതാ ഞാൻ പറയാം, അവിടെ നമ്മൾ പെണ്ണുങ്ങളെ മാത്രം പ്രശ്നം പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പൊ എവിടെയാണ് സ്ത്രീ പ്രവർത്തകർ കളക്റ്റീവായിട്ട് നമ്മൾ ഒന്നിച്ച് തോളോട് തോൾ ചേർന്ന് കൈകോർത്ത് പോകേണ്ടുന്ന സാമൂഹ്യ സാഹചര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ വടംവലികളില്ലാതെ ഈ പ്രശ്നത്തിന് അതാണ് ഇരട്ടി ഉത്തരവാദിത്തം അപ്പോഴും നമ്മളെ മേലാണ്. കുറച്ചും കൂടിയും ഒപ്രസ്ഡ് ആയിട്ടുള്ള മനുഷ്യരുടെ മേലാണ് അധിക ഭാരങ്ങൾ വരുന്നത്. അത് നമുക്ക് സ്ത്രീകൾക്കുണ്ട്. സ്ത്രീകളുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഈ ഒരു കൺസേൺസും കൂടെ വേണം എന്നുള്ളതാണ്. അത് അത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷിയുള്ള ഒരു വിഭാഗം എനിക്ക് കേരളത്തിൽ അങ്ങനെ ഫെമിനിസ്റ്റുകൾ ഇല്ലെന്ന് തന്നെ തോന്നുന്നു. ഫെമിനിസത്തിന്റെ ഒരു പരിമിതി അത് തന്നെയാണ്. പരിമിതിയും പിന്നെ എന്താണ് ഫെമിനിസം എന്നുള്ളതിനെ കുറിച്ചുള്ള നിർവചനങ്ങള്, അതിന്റെ ബഹുസ്വരതകള്, അതൊരു വലിയൊരു കാര്യമാണ്. ഇന്റർസെക്ഷണൽ എന്നൊക്കെ പറയുമ്പോഴും ഈ ഇന്റർസെക്ഷണാലിറ്റിനെ ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരു റിജിഡിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ തന്നെ ഇങ്ങനെ കൂട്ടം തിരിഞ്ഞ് അറ്റാക്ക് മോഡിലാണ് നിൽക്കുന്നത്. ഇതിനെ എങ്ങോട്ടാണ് നമ്മൾ ഈ ഫ്ലൂയിഡിറ്റിയിൽ മനുഷ്യന്മാരെയും അവസ്ഥകളെയും കണ്ടുകൊണ്ട് ചേർത്ത് വെക്കേണ്ടത്? പിന്നെ വേറെ വന്നിട്ടെ, എനിക്ക് എല്ലാത്തിലും ഈ കുറ്റത്തിന് ശിക്ഷ വിധിക്കുക എന്നുള്ള രീതിയിൽ ഒരു മൊബ് ലിഞ്ചിങ്ങിന്റെ തലത്തിൽ എല്ലാത്തിനും കൊണ്ടെത്തിക്കുന്നില്ല. അത് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ നമ്മൾ ഇതുവരെ പറഞ്ഞ ശരീരത്തിന്റെ രാഷ്ട്രീയം, സ്വയം നിർണയാവകാശത്തിന്റെ രാഷ്ട്രീയത്തിനൊക്കെ സെറ്റ് ബാക്ക് ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഈ ലീഗൽ സിസ്റ്റങ്ങള് അല്ലെങ്കിൽ ലീഗൽ സിസ്റ്റത്തിലൂടെ പരിഹരിക്കാം എന്ന് പറയുന്ന ഫെമിനിസ്റ്റുകളാണെങ്കിലും ഭരണകൂടങ്ങളാണെങ്കിലും ഇമ്മീഡിയറ്റ്ലി നമ്മളെ തന്നെ കൺട്രോൾ ചെയ്താ പറയുന്നത്. 6 മണിക്ക് ശേഷം പുറത്തിറങ്ങി ഈ പ്രശ്നം ഉണ്ടാവും, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവും. ഈ രീതിയിലേക്ക് വീണ്ടും ഒരു തരം മോറൽ പോലീസിങ് കളിച്ച് നമ്മൾ എവിടെ നിന്നാണ് ഇറങ്ങിയത് അവിടേക്ക് തന്നെ തിരിച്ചെത്തിക്കുന്ന രീതിയിൽ. അപ്പം ഞാൻ പറഞ്ഞാൽ അതിന് നമുക്ക് എന്താണ് ബദൽ മാർഗങ്ങൾ? നമുക്ക് ഫേസ് ടു ഫേസ് ഇരുന്ന് ഇതിനെ ചർച്ച ചെയ്യാനും പരിഹരിക്കാനും ഒരു നമ്മളെന്താ പറയുക, ശുദ്ധീകരണ പ്രോസസ്സ് എന്ന് പറയില്ലേ, നമ്മളൊരു ക്ലെൻസിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ റദ്ദ് ചെയ്യലല്ലാതെ നമുക്കുള്ളിൽ ഡയലോഗിനും ഡിബേറ്റിനുള്ള സാധ്യതകളും കൂടെ നോക്കണം. അത് നമ്മുടെ ശത്രുപക്ഷത്ത് നിർത്താതെ. അങ്ങനെ ഒരു ഇന്റർസെക്ഷണാലിറ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ നേരത്തെ പറഞ്ഞ മാതിരി വനിതാ ദിനത്തിന് നമ്മൾ പുരുഷനെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞ മാതിരി സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്കകത്തേക്ക് പുരുഷനെയും കൂടി പരിഗണിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും പിന്നെ നമ്മുടെ ഒരു വിദ്യാഭ്യാസ ജീവിതവും സാമൂഹിക ജീവിതവും വളരെ പാരലായിട്ടാണ് പോകുന്നത്. അങ്ങനെ തോന്നിയിട്ടില്ല, ഒരു സമാന്തരമായിട്ട്. അതായത് നമ്മൾ എന്തിനാണോ വിദ്യാഭ്യാസം ചെയ്യുന്നത്, ഒരു ജ്ഞാനമണ്ഡലത്തിൽ നിൽക്കുന്നത്, അത് നമ്മുടെ സാമൂഹിക ജീവിതത്തിന് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ പദ്ധതിയിൽ പലതരം മുടച്ചു വാർത്തലുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീ ഫെമിനിസ്റ്റ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അപ്പോൾ പോലും സാമൂഹിക ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം പഠിച്ച, ഈ ഫെമിനിസം എല്ലാം പഠിച്ച പെൺകുട്ടികളാണ് പോയി ആത്മഹത്യ ചെയ്യുന്നത്. അതെ. അപ്പൊ ആ ഒരു ഇത് എത്രത്തോളം സമാന്തരമായി പോകുന്തോറും നമുക്ക് ഞാൻ പറഞ്ഞത് എംപവർ ആയിട്ടുള്ള വിമനെ കണ്ടെയ്ൻ ചെയ്യാനുള്ള സമൂഹം ഇല്ലെങ്കിലും നമുക്ക് ആത്മഹത്യന്റെ മാർഗമുള്ളൂ. അപ്പൊ ഇത് ഈക്വലി ഈ സാധനത്തിൽ എത്തണം. അപ്പൊ നമ്മള് പരസ്പരം അഭിമുഖീകരിക്കാൻ ധൈര്യമുള്ളവരാക്കണം. ആദ്യമേ തന്നെ ശത്രുപക്ഷത്താണെന്ന് വെച്ചിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുണ്ട്, അവളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാവും, നമ്മളെല്ലാം ഗസ്സടിയാണ്. ഇതേ ആയിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു വെച്ചാൽ അത് നമ്മൾ കുറച്ചും കൂടി ബുദ്ധിയും വൈഭവവും ഉണ്ട് എന്ന് വിചാരിക്കുന്ന സ്ത്രീകളിലാണ് അത്തരം വയലൻസ് ഇപ്പൊ കൂടുതലെന്ന് എനിക്ക് പറയേണ്ടി വരുന്നതിൽ വേദനയുണ്ട്. എനിക്കത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം തന്നെ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് സ്ത്രീകളും ആയിത്തീരുന്നത് ഭയങ്കര അപകടമാണ്. അത് അപകടം എന്ത് സെൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ പറയും ഞാൻ ഭയങ്കരമായിട്ട് ആണുങ്ങളെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ എപ്പോഴും കേൾക്കുന്നത്, ഞാൻ അല്ല, നമ്മളിതുവരെ പണിയെടുത്തത് വേസ്റ്റ് ആവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ ഇനി എപ്പോഴും ഈരവാദം എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് ഓക്കെ നിന്റെ പ്രശ്നം എന്താ വന്നിരിക്കേ എന്ന് പറയാൻ തയ്യാറാവും. അങ്ങനെ അല്ലാതെ എല്ലാ ലീഗൽ സിസ്റ്റം വെച്ച് തന്നെ നമ്മൾ അന്ന് ഈ ലീഗൽ സിസ്റ്റത്തിൽ വിശ്വസിക്കുമ്പോഴും അഭയം മുതൽ ഇന്ന് വണ്ടിപ്പെരിയാറ് വരെയുള്ള ഒരു കാര്യത്തിൽ എന്ത് നീതിയാണ് പെണ്ണിന് കിട്ടിയത്? വാളയാറായിക്കോട്ടെ, വണ്ടിപ്പെരി അന്ന് അതുപോലത്തെ കാര്യങ്ങൾക്കാണ് നമ്മൾ ഇന്ന് തെരുവിലിറങ്ങുന്നത്. അപ്പോൾ ഇത്രയും നിസ്വരായിട്ടുള്ള കുട്ടികളുടെ മേലുള്ള ഇത്തരം അതിക്രമങ്ങളിൽ ഭരണകൂടങ്ങൾ കോടതികളൊക്കെ പുഷ്പമാരി പ്രതികളെ അങ്ങ് കയറ്റി വിടുമ്പോൾ ഇതിനകത്തില്ലാത്ത ആകുലതകളും പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടാണ് കെയോസ് ആക്കുന്ന രീതിയിലേക്ക് 1-to-1 ബന്ധങ്ങളുടെ ആരോപണ വിധേയമായ കാര്യങ്ങളിൽ നമ്മൾ പൊസിഷൻ എടുക്കുന്നത്. ഇന്ന് ഇതേ നമുക്ക്
പോലീസ് അട്രോസിറ്റി സ്ഥിരം അനുഭവിക്കുന്ന സ്ത്രീകളെ കുറിച്ച്, സൈന്യത്തിന്റെ അട്രോസിറ്റി സ്ഥിരം അനുഭവിക്കുന്ന നമ്മളെ തന്നെ മനുഷ്യരെ കുറിച്ച് ഒന്നും ഒരു കൺസേണും ഇല്ല. നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ തരത്തിൽ വയലൻസിനെ മാറ്റി എടുക്കുന്ന അല്ലെങ്കിൽ ഒരു മോബ് ലിഞ്ചിങ്ങിൻ്റെ തലത്തിലേക്ക് മാത്രം നമ്മളുടെ യുക്തികളെ എത്തിക്കുന്നതിൻ്റെ അപകടം നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് ഇപ്പുറത്തെ ഈ സിസ്റ്റം കംപ്ലീറ്റ്ലി നമുക്ക് എതിരാണെന്നും ബലാത്സംഗത്തിൻ്റെ രാഷ്ട്രീയം നിരന്തരം നമ്മുടെ മേൽ അധിനിവേശത്തിൻ്റെ രാഷ്ട്രീയം പയറ്റിക്കൊണ്ടിരിക്കുന്ന ഇടത്തിൽ നിന്നിട്ട് നമ്മൾ ഈ പ്രശ്നത്തിനെ എങ്ങനെയാണ് ലീഗൽ സിസ്റ്റത്തിലൂടെ മാത്രമാണോ അഡ്രസ്സ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര അപഹാസ്യരായിട്ട് പിന്നെയും ഇതാ പറഞ്ഞ് കയറിയിരുന്നു പറയുന്നത്. നമ്മുടെ അതെളുപ്പം, നമ്മളെ നിയന്ത്രിക്കാൻ അത് എളുപ്പം. അപ്പോൾ നമ്മൾ കൂടുതൽ പേര് കോമൺ സെൻസ് ഉള്ള പെണ്ണുങ്ങളൊക്കെ ആത്മഹത്യയിലേക്ക് എത്തുക എന്നുള്ളതേ ഉള്ളൂ.